السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, സഹോദരികളെ, സംസാരങ്ങളിൽ സത്യസന്ധതയും പ്രവർത്തനങ്ങളിൽ ആത്മാർത്ഥതയും അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. പടച്ച റബ്ബ് നൽകിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ അവസരങ്ങളെയും ഉപയോഗപ്പെടുത്താനുള്ള തൗഫീഖ് റബ്ബ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നിർവഹിക്കുന്ന കർമ്മങ്ങൾ അതിൻ്റെ പൂർണ്ണാവസ്ഥയിൽ നമ്മിൽ നിന്ന് സ്വീകരിച്ച് റയ്യാൻ കവാടത്തിലൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ എത്തിപ്പെടുന്നവരിലും അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. സഹോദരങ്ങളെ, റമളാൻ ഒരു വേള ചിന്തിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ പോയി എന്ന് നമുക്ക് പറയാം. എല്ലാം പെട്ടെന്നായിരുന്നു. ഇനി നമുക്ക് വിലപ്പെട്ടതും കനപ്പെട്ടതുമായ ചില ഇടങ്ങളിലേക്കാണ് നമ്മളെ അള്ളാഹു ക്ഷണിച്ചു കൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിൻ്റെ ഒരു പ്രത്യേകത, റബ്ബിന് നമ്മോട് വല്ലാത്ത കാരുണ്യം ഉണ്ടായത് കൊണ്ട് തന്നെ തുടക്കത്തിലുള്ള ആവേശം ഒടുക്കത്തിലേക്ക് ഉണ്ടാവില്ല എന്ന് റബ്ബിനെ അറിയുന്നത് കൊണ്ട് തന്നെ റബ്ബ് അവസാനത്തിൽ ചില ഓഫറുകൾ നമുക്ക് നൽകും. 1 മുതൽ 20 വരെ എത്തുമ്പോൾ എടുത്ത പണിയെ തുടർച്ചയായി എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു മുഷിപ്പും മടുപ്പും ഉണ്ടാവുമ്പോൾ അള്ളാഹ് നമുക്ക് തരികയാണ്, ലൈലത്തുൽ ഖദ്ർ ഉണ്ട് കേട്ടോ, 1000 മാസത്തേക്കാൾ പുണ്യാണ്. അപ്പം നമ്മൾ ഒന്നുകൂടി അരയും തലയും ഉറക്കി കൊടുക്കും. ഒരു കാലം ഒന്ന് പിന്നിലേക്ക് വെച്ച് മറുകാല് കൊണ്ടൊന്ന് മുന്നിലേക്ക് കുതിക്കാൻ നമ്മൾ തയ്യാറാവും. റബ്ബിൻ്റെ ഒരു കാരുണ്യമാണ്. ആ കുതിച്ചോട്ടത്തിന് തയ്യാറാകുന്ന, അതിൻ്റെ സാഹചര്യവും സന്ദർഭവും ലഭ്യമാകുന്നവരിലും അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. സഹോദരങ്ങളെ, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ജൂത കുട്ടിൻ്റെ വീട്ടിലേക്ക് പോയി. ഒന്നുമില്ല, അവൻ റസൂലുള്ളാഹിക്ക് ഖിദ്മത്ത് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഒരു ദിവസം റസൂലുള്ളാഹി അറിയണം അവനെ പനി ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത്. റസൂലുള്ളാഹിന്റെ വീട്ടിലേക്ക് കയറി ചെന്ന് അവൻ്റെ തലയുടെ ഭാഗത്തിരുന്ന്
പ്രാർത്ഥനയൊക്കെ ചൊല്ലി കൊടുക്കേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത് റസൂലുള്ളാന്റെ അടുക്കിലേക്ക് വന്നപ്പോൾ കൊടുക്കാത്തൊരു ഉപദേശം അങ്ങ് വീട്ടിൽ പോയപ്പോൾ റസൂലുള്ള അവനോടൊരു നിർദ്ദേശം പറഞ്ഞൊരു ഉപദേശം കൊടുത്തു. അസ്ലീം, മുസ്ലിം ആവും. അപ്പൊ ആ മോനിങ്ങനെ ജൂതനായ ബാപ്പന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയെന്നാണ്. അപ്പൊ പിതാവ് പറഞ്ഞു അത്രേ, അത്യ അബുൽ ഖാസിം. അബുൽ ഖാസിം റസൂലുള്ളാന്റെ മറ്റൊരു പേരാണ്. അബുൽ ഖാസിമിനെ അനുസരിച്ചേക്കുക എന്ന് ഷഹാദത്ത് കലിമ ചൊല്ലി എന്നാണ്. അല്ലാഹുവിന്റെ റസൂല് കണ്ണ് നിറച്ച് മനസ്സ് നിറച്ച് അവിടെ ഇങ്ങനെ ഇറങ്ങിയെന്നാണ്. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അല്ലാഹുവിന്റെ റസൂല് നടത്തിയൊരു സ്തുതി ഹദീസിൽ കാണാം നമുക്ക്. അൽഹംദുലില്ലാഹില്ലദീ അൻഖദഹു മിനന്നാർ. പടച്ചോനെ, ആ കുഞ്ഞിനെ നിന്റെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ നിനക്ക് സർവസ്തുതിയും എന്ന്. സർവലോകങ്ങളുടെയും രക്ഷിതാവായ അല്ലാഹ്ക്ക് സർവസ്തുതിയും അർപ്പിച്ച് നിറഞ്ഞ മനസ്സുമായി കണ്ണുമായി അള്ളാന്റെ റസൂല് സന്തോഷത്തോടെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതാണ് നമ്മൾ കേട്ടൊരു ചരിത്രമാണ്. ഇതിന്റെ നേരെ വിപരീതം നടന്നൊരു സംഭവം കൂടി നമുക്ക് കാണാൻ കിട്ടും. അത് റസൂലുള്ളാന്റെ എളാപ്പ അബൂ ത്വാലിബിന്റെ വീട്ടിൽ നിന്നാണ്. നമ്മൾ കേൾക്കാത്തതല്ല, പക്ഷെ ഇതിന് നമുക്ക് ചില തിരിച്ചറിവുകളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആമുഖമായി ഈ ഒരു 2 ചരിത്രം ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. റസൂലുള്ളാഹ് ഇതേ ഒരു സന്ദർഭത്തിന് സാക്ഷ്യം വഹിച്ചിറങ്ങിപ്പോരുന്നുണ്ട്. പക്ഷേ നേരത്തെ പറഞ്ഞതിന് നേർ വിപരീതമായിരുന്നു സംഭവം. നമുക്കറിയാം സംഭവം. ഈ അബൂ ത്വാലിബിന് റസൂലുള്ളാഹിക്ക് ഇഷ്ടമാണ്, തിരിച്ചങ്ങോട്ടുമാണ്. ഇവർ രണ്ടുപേരും തമ്മിലുള്ള അഗാധമായ ബന്ധത്തിന്റെ വില മനസ്സിലാക്കുമ്പോഴേ റസൂലുള്ളാഹ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരുമ്പോൾ അള്ളാന്റെ റസൂലിന്റെ മനസ്സിലെ സങ്കടം നമുക്ക് വായിക്കാൻ കിട്ടും. അബൂ ത്വാലിബ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റസൂലുള്ളാഹിന്റെ ഉപ്പ അബ്ദുള്ളയുടെ സഹോദരനാണ്. അബ്ദുള്ള മരിച്ചതിന് ശേഷമാണ് അള്ളാന്റെ റസൂല് ജനിക്കുന്നത്. ബാപ്പയില്ലാത്ത ജന്മസമയത്ത് ഉമ്മയുടെ സംരക്ഷണത്തിൽ വളർന്ന് ഉമ്മയുടെ വീട്ടിലേക്ക് വിരുന്നു പോയി തിരിച്ചു വരുമ്പോഴാണ് 6ാമത്തെ വയസ്സിൽ ഉമ്മ മരിക്കുന്നത്. അബവ എന്ന സ്ഥലത്ത് വെച്ച്. ഉമ്മഞ്ഞ് തിരിച്ചു വരൂല എന്ന് തിരിച്ചറിയാൻ പോലും ഒരു പക്ഷേ പ്രായമാകാത്ത 6 വയസ്സുകാരനായിരുന്നു അന്ന് നമ്മുടെ മുഹമ്മദ് നബി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യും പിടിച്ച് അവരോടൊപ്പം ഉണ്ടായിരുന്ന ഒരു ഭൃത്യ മക്കയിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. ആ കൈ പിന്നെ ഏൽപ്പിച്ചത് വല്യുപ്പ അബ്ദുൽ മുത്തലിബിന്റെ കയ്യിലായിരുന്നു. അബ്ദുൽ മുത്തലിബ് വളർത്തി തന്റെ പുള്ളിയെ സുന്ദരമായി 2 കൊല്ലം കഴിഞ്ഞപ്പോൾ വല്യപ്പയും മരിച്ചു. റസൂലുള്ളാഹിക്ക് വയസ്സ് 8 ആയിരുന്നു. കൂട്ടരെ, ആ സമയത്ത് ഈ അബ്ദുൽ മുത്തലിബിന് അബ്ദുള്ളയല്ലാത്ത കുറെ മക്കളുണ്ട്. എന്ന് പറഞ്ഞാൽ അള്ളാന്റെ റസൂലിന് എളാപ്പയായും മൂത്താപ്പയായും അബൂ ത്വാലിബ് അല്ലാത്ത വേറെ മക്കളുണ്ട്. എന്നിട്ടും അബൂ ത്വാലിബാണ് റസൂലുള്ളാന്റെ കൈ 8ാമത്തെ വയസ്സിൽ പിടിച്ചത്. ആ ഒരു ബന്ധം റസൂലുള്ളാഹിക്ക് വല്ലാതെ ഉണ്ട്. മാത്രല്ല, തന്റെ മക്കൾക്ക് കൊടുക്കാത്ത പരിഗണനയും പ്രത്യേകതയും ശ്രദ്ധയും അള്ളാന്റെ റസൂലിന് അബൂ ത്വാലിബ് കൊടുത്തു. നമ്മൾ പറയില്ലേ നാടൻ വർത്തമാനത്തിൽ, ആളാകാൻ മാത്രം വളർത്തിയത് അബൂ ത്വാലിബായിരുന്നു. നമ്മുടെ റസൂലിനെ ആളാകാൻ മാത്രത്തിലേക്ക് വളർത്തിക്കൊണ്ടുവന്നത് ഒരു വേള അബൂ ത്വാലിബായിരുന്നു. ഈ ഒരു ബന്ധം കുടുംബപരമായി അള്ളാന്റെ റസൂലിനുണ്ട്. കാരണം യാത്രക്ക് പറഞ്ഞയച്ചും നേതൃത്വ പാഠവം നൽകിയും ഒറ്റക്ക് പോയും തെറ്റക്ക് പോയും ഒരു സംഘത്തെ നയിക്കാനൊക്കെ വളർത്തിക്കൊണ്ടുവരുന്നത് ഒരു വേള അബൂ ത്വാലിബായിരുന്നു. ഒറ്റക്ക് കച്ചവടത്തിന് വിട്ടു ദൂരെ യാത്രക്കൊക്കെ വിടുന്നുണ്ട് അബൂ ത്വാലിബ്. ഇതാണ് ഒരു ബന്ധം, കുടുംബപരമായ ഒരു ആത്മബന്ധം ഉണ്ടാവാൻ. 2ാമത്തെ ഒരു കാരണം, 40ാമത്തെ വയസ്സിൽ ഹിറാ ഗുഹയുടെ അന്ധകാരങ്ങളിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്റം അല്ലദീ അല്ലമ ബിൽ ഖലം. അന്ന് മുതൽ മുഹമ്മദ് എന്ന സ്ഥാനപ്പേരിലേക്ക് മുഹമ്മദുൻ റസൂലുള്ളാഹ്, അതുവരെ മുഹമ്മദായിരുന്നു. 40ാമത്തെ വയസ്സിൽ അള്ളാഹുവിന്റെ അടുക്കലിൽ നിന്ന് 7ാം ആകാശത്തിനപ്പുറത്ത് നിന്ന് ജിബ്രീൽ വന്ന് ആദ്യത്തെ 5 ആയത്ത് ഓതിക്കൊടുത്ത് നുബുവത്ത് കൈമാറിയപ്പോൾ റസൂലുള്ളാഹ് അള്ളാഹുവിന്റെ പ്രവാചകൻ എന്ന ദറജയിലേക്ക് ഉയർന്നു. അവിടുന്ന് ഇങ്ങോട്ടുണ്ടായ പീഡനങ്ങൾക്കൊക്കെ ഒരു വേള താങ്ങും തണലുമായി നിന്നത് അബൂ ത്വാലിബായിരുന്നു. ശത്രുക്കൾ ഒരു ഭാഗത്തും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുഭാഗത്തും നിൽക്കുമ്പോൾ നടുവിൽ നിന്ന് ശത്രുവിനോട് നീ നിന്റെ പാട് നോക്കടാ എന്ന് ശക്തിയോടുകൂടി പറയാൻ സ്റ്റാറ്റസ് ഉള്ള ഒരാളായിരുന്നു അബൂ ത്വാലിബ്.
മുഹമ്മദ് നബിയോട് പറഞ്ഞു, മുഹമ്മദ്, നീ ഉദ്ദേശിച്ചതുപോലെ നീ പോയിക്കൊള്ളുക, നിന്നൊരാളും തൊടില്ല. കൂട്ടരെ, അമുസ്ലിമായ അബൂ ത്വാലിബിന്റെ പിന്തുണയോടെയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതം വളർത്തിയത് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ബന്ധം ഉണ്ടായത് കൊണ്ട് തന്നെ അള്ളാന്റെ റസൂലിന് വല്ലാത്തൊരാഗ്രഹം ഉണ്ടായിരുന്നു, എന്റെ എളാപ്പയൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ആത്മാർത്ഥമായി പറഞ്ഞിരുന്നുവെങ്കിൽ അതിനുവേണ്ടി റസൂലുള്ള പല സന്ദർഭങ്ങൾ ശ്രമിച്ചു കൊണ്ടിരുന്നു. നിങ്ങളൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലും. അത് റസൂലുള്ള അദ്ദേഹത്തിന്റെ മരണാസന്ന സമയം വരെയും സ്നേഹത്തിന്റെ ഭാഷയിൽ, വിമർശനമില്ല, കുറ്റപ്പെടുത്തലില്ല, അതല്ലെങ്കിൽ പ്രതിപക്ഷ ബഹുമാനമില്ലാത്ത വർത്തമാനമല്ല, മാന്യമായി തന്റെ എളാപ്പയെ ഉപ്പയുടെ സ്ഥാനത്തേക്ക് കയറ്റിവെച്ച സ്നേഹനിധിയായ, കുടുംബത്തിൽ അങ്ങേയറ്റം ചേർന്ന് നിൽക്കുന്ന തന്റെ എളാപ്പയോട് ആത്മാർത്ഥമായി നരകത്തിലേക്ക് പോകരുതേ എന്നുള്ളത് കൊണ്ട് റസൂലുള്ള പറഞ്ഞുകൊണ്ടേയിരുന്നു. മരണാസന്ന സമയത്തും പറഞ്ഞു, യാ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒന്ന് പറയലാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. സാധ്യമല്ല എന്ന് തിരിച്ചറിഞ്ഞ് നിറഞ്ഞ ദുഃഖത്തിന്റെ കണ്ണുനീരുമായി മനോവേദനയോടുകൂടി തിരിച്ചറിഞ്ഞപ്പോഴാ അള്ളാഹു ഒരായത്തിറക്കിയത്. ഏതായത്ത് എന്നറിയോ? ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. പ്രവാചകരെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കാൻ പറ്റിയ സാധനമല്ല ദിട്ടോളി എന്നാണ്. സത്യത്തിൽ അങ്ങനെയാണ് അതിന്റെ വർത്താനം. നിങ്ങൾ വിചാരിച്ചവർക്ക് ഇത് കൊടുക്കാൻ പറ്റൂല. അള്ളാന്റെ റസൂലിനെ അമ്മ വിമർശിക്കണം. കാരണം എന്താണെന്നറിയോ? റസൂലുള്ളാഹിക്ക് ഇതൊന്നും എളാപ്പ കാരണം സ്വീകരിച്ചാലേ പരലോകത്ത് രക്ഷപ്പെടുള്ളൂ എന്ന് 100-110% ഉറപ്പും ബോധ്യവുമുള്ള അള്ളാന്റെ റസൂലാണ്. അതും തന്നോടൊത്ത് ചേർന്ന് നിൽക്കുന്ന, താൻ ദുനിയാവിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന തന്റെ എളാപ്പക്ക് ഇത് കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ അവിടുന്ന് ഉണ്ടാവുന്ന ഒരു വേദന ഉണ്ട്. ആ വേദനയിൽ നിന്നാണ് ഇത് ശ്രമം തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. അള്ളാഹ് വിമർശിക്കുകയാണ്, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. പ്രവാചക, താങ്കൾ ഉദ്ദേശിച്ചവർക്ക് കൊടുക്കാനുള്ളതല്ല ഇത്, മറിച്ച് വലകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. അള്ളാഹ് ഉദ്ദേശിച്ചവർക്ക് ഇത് കിട്ടുള്ളൂ എന്നാണ്. അല്ലാതെ നിങ്ങൾ വിചാരിച്ചവർക്ക് ഇത് ആരോടെ പറയുന്നറിയോ? അള്ളാഹ്ക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്ന റസൂലുള്ളാഹിനോട്. അള്ളാഹ്ക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്ന റസൂലുള്ളാഹിക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്ന അബൂ ത്വാലിബിന് അള്ളാഹ് കൊടുത്തിട്ടില്ല. അള്ളാഹ് കൊടുക്കാൻ വിചാരിച്ചിട്ടില്ല. ആലോചിച്ചു, അത് ഞമ്മക്ക് അള്ളാഹ് തന്നിട്ടുണ്ട്. ഞാനത് പറയാനാണ് ഈ രണ്ട് സംഭവം പറഞ്ഞത്. ഞമ്മക്ക് അള്ളാഹ് തന്നിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂലിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന പലർക്കും കൊടുക്കാത്ത ഇത് ഷഹാദത്തും ഹിദായത്തൊന്നും ഇസ്ലാം എന്നും അല്ല മുസ്ലിം എന്നൊക്കെ പറയുന്ന ഇത് നമുക്ക് അള്ളാഹ് തന്നു. നമുക്കത് അള്ളാഹ് തന്നു എന്ന് പറഞ്ഞാൽ പലർക്കും കൊടുക്കാത്തത് അള്ളാഹു നമ്മെ തിരഞ്ഞെടുത്തു. നോക്കൂ, നിങ്ങൾ യാത്ര പോകണം, നോമ്പ് തുറക്ക് വിളിച്ചതാ കുടുംബത്തില്. വണ്ടി എടുത്ത് ഇങ്ങനെ പോകുമ്പോ സൈഡ് സീറ്റിൽ ഇരിക്കണ ഭാര്യ പറയുന്നുണ്ട്, ഏതായാലും പോകില്ല, എന്തെങ്കിലും കയ്യിൽ വേണ്ടേ. അപ്പോഴാ ഒരു ബേക്കറി കണ്ടത്. നമ്മൾ വണ്ടി സൈഡാക്കി, ഓപ്പോസിറ്റ് സൈഡിലാണ് ബേക്കറി. നമ്മളിങ്ങനെ അപ്പുറത്തേക്ക് റോഡ് ക്രോസ് ചെയ്തു. സാധനം വാങ്ങി ഒരു കിറ്റും കയ്യിൽ പിടിച്ച് കാറിലുള്ള ചെറിയ മോനക്ക് ഒരു മുട്ടായി കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ വരികയാണ്. കാറിനോ കണ്ടു അത്. അവൻ പതിയെ വാതിൽ തുറന്നു, ഡോറ് തുറന്നു. റോഡിന്റെ അപ്പുറത്ത് നിന്ന് കയ്യിൽ കണ്ട മിഠായിക്ക് വേണ്ടി അവൻ ഉപ്പൻ്റെ അടുത്തേക്ക് ഒരു ഓട്ടം. ആ ഓട്ടത്തിനിടക്ക് അവന് വലത്തോട്ട് നോക്കണം, ഇടത്തോട്ട് നോക്കണം, വണ്ടി വരുമെന്നും നോക്കാനുള്ള ബുദ്ധിയൊന്നും വളർന്നിട്ടില്ല. അവനങ്ങ് ഓടി. നമ്മളിങ്ങനെ കണ്ടോണ്ടിരിക്കുക. നമ്മുടെ കണ്ണുകൊണ്ട് ചീറിപ്പാഞ്ഞു വന്ന വണ്ടി എടുത്ത് കൊണ്ടുപോയി നമ്മുടെ സ്വന്തം ചോരയിൽ നിന്ന് പിറന്നു വീണവന്റെ ശരീരത്തിലൂടെ കയറി ഇറങ്ങുമ്പോൾ ഒരു സ്നേഹമുള്ള ഉമ്മൻ്റെയും ബാപ്പൻ്റെയും അപ്പത്തെ മാനസികാവസ്ഥ എന്തായിരിക്കും? കൂട്ടരെ, ഈ മാനസികാവസ്ഥ ഒരു പ്രവാചകൻ്റേത് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കപ്പൽ നിർമ്മാണം കഴിഞ്ഞ് കപ്പലിലേക്ക് ആളുകളെ കയറ്റി യാത്ര പോകുമ്പോൾ അള്ളാഹ് പറഞ്ഞൊരു പ്രളയമുണ്ട്. പർവ്വത സമാനമായി തിരമാലകൾ മുകളിലോട്ടടിച്ചു നിൽക്കുമ്പോൾ സ്വന്തം മകൻ ആ വെള്ളത്തിൽ കിടന്ന് ആക്സിഡന്റിലായിക്കൊണ്ട് ഇങ്ങനെ മുങ്ങിത്താണുകൊണ്ടിരിക്കുമ്പോൾ മോനെ ഒന്ന് കേറടാ, നിങ്ങൾ പോയിക്കളി, ഞാൻ എന്റെ പാട്ട് നോക്കിക്കോളാ. അള്ളാഹുവേ, എന്റെ മോനാണല്ലോ, എന്റെ കുട്ടിയാണല്ലോ. അല്ല നോഹേ, നിന്റെ കുട്ടിയല്ല, നിന്റെ കുടുംബത്തിൽപ്പെട്ടവനല്ല, നിന്റെ കുടുംബത്തിൽപ്പെടുന്നതുകൊണ്ട് കപ്പൽ കയറ്റാൻ പറ്റൂല. നോക്കിങ്ങള് എത്ര വേദനിച്ചിട്ടുണ്ടാവും അവപ്പന്റെ മനസ്സ്. നൂഹ് നബിയുടെ മോനെ അള്ളാഹ് കൊടുത്തിട്ടില്ല. ഇല്ല കൂട്ടരെ, ഇങ്ങനെ ആക്സിഡന്റിൽ ഇങ്ങനെ മുന്നിൽ മുങ്ങിത്താഴുന്നത് കാണുന്നു. എന്നിട്ട് അള്ളാഹ് പറയും, ഒരിക്കൽ രണ്ടാൾക്കും ഇടയിൽ ഞാനൊരു മറട്ടു എന്നാണ് ഖുർആനിൽ അള്ളാഹ് പറഞ്ഞത്.
നോക്കിങ്ങൾ സ്വന്തം മോനിക്ക് ഏറ്റവും താല്പര്യത്തോടു കൂടി ദുനിയാവും കടന്ന് പരലോകത്ത് എന്റെ കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന മോൻക്ക് കിട്ടാത്തൊരു സാധനം അല്ല ഞമ്മക്ക് തന്നിക്കണമെന്നാണ്. ഇബ്രാഹിം നബിയുടെ അടുക്കൽ രണ്ടാൾക്കാർ വന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്ക് രണ്ടാൾക്കാർ ഇങ്ങനെ വരുന്നുണ്ടാവും. വേഗം വീടിന്റെ പുറത്തിറങ്ങി കൂട്ടാൻ അർത്ഥത്ത് വേഗം പാചകം ചെയ്ത് കൊണ്ടുവന്നേ ചൊടുത്തുള്ളൂ. രണ്ടാളിരുന്ന് ക്ഷണിച്ച് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു. കഴിക്കലില്ല. ബേജാറായപ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്തെങ്കിലും കഴിക്കാത്തെന്ന് ചോദിച്ചു. വന്നവര് പറഞ്ഞു, ഞങ്ങൾ മലക്കുകളാണ്, മലക്കള് രൂപം മാറി വന്നത്. ഞങ്ങൾ വന്നത് നിങ്ങൾക്കൊരു കുട്ടീൻ്റെ സന്തോഷ വാർത്ത അറിയിക്കാനാണ്. അവിടെ നടന്ന കുറച്ച് സംഭവങ്ങളുണ്ട് ഖുർആൻ വിശദീകരിക്കുന്നത്. അത് കഴിഞ്ഞ് ആ ഡ്യൂട്ടി നിർവഹിച്ച് അവർ രണ്ടാമത്തെ ഡ്യൂട്ടി നിർവഹിക്കാൻ പോകുക. അതെവിടേക്കാണെന്നറിയോ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ സമകാലികനായ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കലേക്കാണ് രണ്ടാമത്തെ ഡ്യൂട്ടി അള്ളാഹ് പറഞ്ഞിരിക്കുന്നത്. അവർ രണ്ടുപേരും പോകണ്. സുന്ദരന്മാരായ രണ്ട് ചെറുപ്പക്കാരായിട്ടാണ് പോണത്. ലൂത്ത് നബിയുടെ ഖൗമിന് ഒരു പ്രത്യേകതയുണ്ട്. അവർ ആണിനെയും പെണ്ണിനെയും പ്രാപിക്കുന്ന ദുരന്തമായ ഒരു വൻ പാപം ചെയ്യുന്ന ആളുകളാണ്. സുന്ദരന്മാരായ രണ്ടാളുകൾ ലൂത്ത് നബിയുടെ വീട്ടിലേക്ക് വരുന്നത് കണ്ട് അവർ പിന്നാലെ കൂടുന്നുണ്ട്. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം വല്ലാതെ ബേജാറാവുന്നുണ്ട്. നിങ്ങളുടെ കൂട്ടത്തിൽ തന്റേടിയായ ഒരു മനുഷ്യൻ പോലും ഇല്ലല്ലോ. നിങ്ങൾ ആ പറയുകയും ഞാൻ എന്റെ പെൺകുട്ടികളെ നിങ്ങൾക്ക് നിക്കാഹ് ചെയ്തു തരാം, എന്റെ അതിഥികളെ നിങ്ങളൊന്നും കാട്ടരുത് എന്നായിരുന്നു ബേജാറോടുകൂടി വന്ന മലക്കുകൾ പറഞ്ഞു. നിങ്ങൾ ബേജാറാവണ്ട, ഞങ്ങൾ മലക്കുകളാ. വൈകുന്നേരം തിരിഞ്ഞു നോക്കാതെ തിരിച്ചു നടക്കണം. നിങ്ങൾ ഈ ഖൗമിനെ ഞങ്ങൾ ശിക്ഷിക്കാൻ വന്നതാ. ആ ശിക്ഷ നമുക്കറിയാം. കൂട്ടരെ അവർ തിരിഞ്ഞു നടക്കുകയാണ്. തിരിഞ്ഞു നോക്കാതെ തിരിച്ചു പോകുന്ന ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൂടെ കടന്ന ഭാര്യ ഉണ്ടായിരുന്നില്ല. ഭാര്യ പറഞ്ഞത്, നിങ്ങൾ പോയിക്കോളൂ, ഞാനില്ല, ഞാൻ പെടുന്ന. അള്ളാഹ് കൊടുത്തിട്ടില്ല ഹിദായത്ത്, ഷഹാദത്ത്, ഇസ്ലാം അള്ളാഹ് കൊടുത്തിട്ടില്ല. ഞാൻ ആലോചിച്ചു കൂട്ടരെ, സാധാരണ മനുഷ്യന്മാരുടെ എന്താ അള്ളാഹ് നിങ്ങൾക്ക് തന്ന കൂടുതൽ അനുഗ്രഹം എന്ന് വെച്ചാൽ, ചില വിവരമില്ലാത്ത മുസ്ലിങ്ങൾ മനുഷ്യന്മാർ പറയും എൻ്റെ കുട്ടികളാണ്, സ്വത്താണ്, ജോലിയാണ്, വാപ്പയാണ്, ഉമ്മയാണ്. അല്ല കൂട്ടരെ, ബുദ്ധിയുള്ള, വിവരമുള്ള, ആത്മാർത്ഥതയുള്ള ഒരു മുസ്ലിമിനോട് എന്താ നിങ്ങൾക്ക് അള്ളാഹ് തന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് ചോദിച്ചാൽ അവർ പറയും, എനിക്ക് എന്റെ റബ്ബ് തന്ന അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാമത്തെ പന്തിയിൽ ഞാൻ എണ്ണുക ഹിദായത്താണ്, ഷഹാദത്താണ്, എന്റെ ഇസ്ലാമാണ്. കാരണം അതിന് വല്ലാത്തൊരു പവറുണ്ട്. അത് കഴിഞ്ഞിട്ടേ ബാക്കിയൊക്കെയുള്ളൂ. അതുകൊണ്ട് കൂട്ടരെ, നമ്മൾ എന്തെടുത്തിട്ട് അള്ളാഹ് തന്ന് നമ്മൾ അള്ളാന്റെ മാർഗത്തിൽ ഒന്ന് ഉയർത്തിട്ടുണ്ടോ? നമ്മൾ അള്ളാന്റെ മാർഗത്തിൽ ഒന്ന് വേദന സഹിച്ചിട്ടുണ്ടോ? നമ്മൾ അള്ളാന്റെ മാർഗത്തിൽ ശരീരത്തിലേക്ക് ഒരു വെട്ടേറ്റിട്ടുണ്ടോ? അള്ളാഹുവിന്റെ മാർഗത്തിൽ കനപ്പെട്ട ഒരു സംഖ്യ കൊടുത്തതിന്റെ ചരിത്രം നമ്മുടെ ജീവിതത്തിൽ പറയാനുണ്ടോ? എന്തുകൊണ്ടാ റബ്ബ് നമ്മളെ തിരഞ്ഞെടുത്തത്? എന്താ നമ്മൾ റബ്ബിന് കൊടുത്തത്? മാനസികമായി എന്ത് വേദനയാണ് ദീൻ ജീവിതത്തിൽ കൊണ്ടു നടന്നതിന്റെ പേരിൽ നമുക്ക് ഉണ്ടായിട്ടുള്ളത്? ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഇത് ഔദാര്യമാണ്. റബ്ബ് നമ്മെ തെരഞ്ഞെടുത്തിട്ടുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഒരു അടയാളമാണ്. അതുകൊണ്ടാണ് കൂട്ടരെ നമ്മൾ ഇന്ന് പള്ളിയിൽ ഇരിക്കുന്നത്. മനസ്സറിഞ്ഞ് അൽഹംദുലില്ലാഹ് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇനി നമ്മൾ പറയാൻ മടി കാണിച്ചുകൂടാ കൂട്ടരെ. കാരണം ഇതിനേക്കാൾ നോക്കൂ, നിങ്ങൾ നോമ്പുറക്കുമ്പോ വല്ലാത്ത ചൂടേറ്റൊരു ദിവസം പൂർണ്ണമായി നോമ്പ് തുറന്ന് ഒരു കാരക്കന്റെ ചീളങ്ങട് വിട്ടിട്ട് അടുത്തതെടുക്കുന്ന നമ്മൾ ക്ലാസ് ആണ്, അല്ലെങ്കിൽ വെള്ളത്തിന്റെ കുപ്പിയാണ്. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഒഴിക്കുമ്പോൾ അത് നമ്മുടെ ധമനികളിലൂടെ ഇങ്ങനെ ചെന്ന് ആമാശയത്തിൽ എത്തുമ്പോൾ വല്ലാത്തൊരു സുഖം കിട്ടുമ്പോൾ നമ്മള് വല്ലാത്തൊരു ആത്മാർത്ഥതയോട് കൂടി അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നത് എന്തുകൊണ്ട്? അതിന്റെ സുഖം നമ്മൾ അനുഭവിക്കുന്നുണ്ട്. കൂട്ടരെ, ഹിദായത്തിന്റെ ആ ഒരു അവസ്ഥ നമ്മൾ അനുഗ്രഹിക്കുന്ന, അത് മനസ്സിലാക്കി ഫീൽ ചെയ്യുന്നിടത്തുനിന്നാണ് അൽഹംദുലില്ലാഹ് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇത് പറയാൻ കഴിയണം നമുക്ക്. അതുകൊണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഒന്നുകിൽ നമ്മൾ മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു എന്ന ഒരു കാരണം കൊണ്ട് അള്ളാഹ് നമ്മെ അങ്ങനെ തിരഞ്ഞെടുത്തു. അതല്ലാത്ത ചില മാർഗങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങനെ എന്തായിരുന്നാലും ശരി, ഇപ്പം നമ്മൾ മുസ്ലിം എന്ന ദറജയിൽ ഹിദായത്ത്, ഷഹാദത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് അള്ളാഹ് പലർക്കും കൊടുത്തിട്ടില്ല, അള്ളാഹ്ക്ക് വേണ്ടപ്പെട്ടവർ. പക്ഷേ അള്ളാഹ് നമുക്കത് തന്നു. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിനെ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഇസ്ലാമിനെ ഇങ്ങനെ പിടിച്ച് മുന്നോട്ട് നമുക്ക് പോകാൻ കഴിയണം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞൊരു വാചകമുണ്ട്, ഒരാൾ രാവിലെ എണീക്കുമ്പോൾ മുഅ്മിനാകും, വൈകുന്നേരം കാഫിറാകാൻ സാധ്യതയുണ്ട്. ഇന്നത്തെ കാലത്തൊരു പ്രത്യേകത. നമ്മളിത് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അതൊക്കെ ഞാപ്പതുണ്ടല്ലോ, എനിക്കിത് മച്ചോളം കൊണ്ടിടക്കാന്നൊക്കെ വിചാരിക്കും. കഴിയില്ല, അതിന് ചില സാധ്യതകളെ ഉള്ളൂ എന്ന ചരിത്രം. നോക്കി
നോക്കി നിങ്ങൾ അള്ളാന്റെ റസൂൽ ഇമാമൊക്കുമ്പോൾ പിന്നിൽ മഅ്മൂമായി നിന്ന മനുഷ്യന്മാർ, റസൂലുള്ളാഹിന്റെ ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുത്തവർ, റസൂലുള്ളാഹിന്റെ സംസാരം കേൾക്കാൻ ഭാഗ്യം ലഭിച്ച ആൾക്കാർ, പ്രവാചകനോടൊപ്പം യാത്ര ചെയ്തവരും പ്രവാചകൻ കൈകൾ ഷോളിലേക്ക് കൊടുത്തവരും, അങ്ങനെയൊക്കെയുള്ള മനുഷ്യന്മാരിൽ ചില ആൾക്കാർ ദുനിയാവെന്ന് പോകുമ്പോൾ മുസ്ലിം അല്ലാതെ മരിച്ചു പോയിട്ടുണ്ട്. ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അള്ളാന്റെ റസൂലിനോടൊപ്പം ജീവിക്കാൻ ഭാഗ്യം ലഭിച്ചവർക്ക് പോലും ഈ ദുരന്തം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ എന്ത് ഗ്യാരണ്ടി കൂട്ടർ? അതുകൊണ്ട് ആദ്യം നമുക്ക് ബോധ്യപ്പെടേണ്ടത് ഇത് വിലയുള്ള ഒരു സംഗതിയാണെന്ന് ബോധ്യപ്പെടുമ്പോൾ ഇത് നഷ്ടപ്പെടരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കും. അതുകൊണ്ട് ആദ്യം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത് അള്ളാഹ് നമ്മളെ തെരഞ്ഞെടുത്തത് നമുക്ക് തന്ന വിലയാണ്. എന്റെ കയ്യിലുള്ളത് ഏറ്റവും കനപ്പെട്ടതാണ്, വിലപ്പെട്ടതാണ്, അതൊരിക്കലും നഷ്ടപ്പെട്ടുകൂടാ എന്നുള്ള തിരിച്ചറിവിൽ നിന്ന് നമ്മളത് കാത്തു സൂക്ഷിക്കുള്ളൂ. അത് അള്ളാന്റെ ഒരു കൽപ്പനയാണ്. എന്നും പള്ളി മിമ്പറിന്റെ താഴെ ഇരുന്ന് വെള്ളിയാഴ്ച ദിവസം ഖതീബ് പാരായണം ചെയ്യുന്ന ആയത്തൊരു കൽപ്പനാ സ്വരത്തിലുള്ളതാ. യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. വിശ്വാസികളെ, നിങ്ങൾ അള്ളാഹനെ സൂക്ഷിക്കേണ്ട പോലെ സൂക്ഷിക്കണം. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നിങ്ങൾ മുസ്ലിങ്ങളായിട്ടല്ലാതെ മരിച്ചു പോകാൻ പാടില്ല. അള്ളാന്റെ കൽപ്പനയാണ്. നിങ്ങൾ മരിക്കുകയാണെങ്കിൽ മുസ്ലിമായിട്ട് മരിക്കണം. ഇതെല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ കേൾക്കണില്ലേ? കൽപ്പനയാണ്. തവഫനി മുസ്ലിമൻ വൽഹഖനി ബിസ്സാലിഹീൻ. ഒരു പ്രവാചകന്റെ പ്രാർത്ഥനയാണ്. ഏത് പ്രവാചകന്റെ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇത് കിട്ടിക്കൊള്ളണമെന്നില്ല. പക്ഷെ ഒരു പ്രവാചകന്റെ പ്രാർത്ഥനയാണ്. തവഫനി മുസ്ലിമാ വൽഹഖനി ബിസ്സാലിഹീൻ. അല്ലാഹുവേ, എന്നെ മുസ്ലിമായി മരിപ്പിക്കണമേ. വൽഹഖനി ബിസ്സാലിഹീൻ. സച്ചരിതരുടെ കൂട്ടത്തിൽ എന്നെ ചേർക്കണം. ആരെ പ്രാർത്ഥിക്കുന്നത്? അള്ളാഹ് തെരഞ്ഞെടുത്ത് പറഞ്ഞയച്ചൊരു പ്രവാചകൻ പ്രാർത്ഥിക്കണേ, അള്ളാഹ് എന്നെ മുസ്ലിമായി മരിപ്പിക്കണേന്ന്. എന്താ പ്രാർത്ഥനയുടെ വില? ആ പ്രാർത്ഥനയുടെ പവർ ഒന്നുകൂടി മനസ്സിലാക്കുന്നത് ആരുടെ പ്രാർത്ഥന നമ്മൾ അറിയണം. ഇത് പ്രവാചകൻ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന. ആരാ യൂസുഫ് നബി എന്ന് ചരിത്രത്തിൽ നിന്ന് വായിച്ച ആൾക്കാരാണ് നമ്മൾ. ആ യൂസുഫ് നബിയുടെ ഒരു പ്രാർത്ഥനയായിട്ട് ഇത് നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ ഇതിൻ്റെ ഒരു വില കിട്ടുള്ളൂ. യൂസുഫ് നബി തൻ്റെ കൂടപ്പറപ്പുകളാൽ ഒറ്റപ്പെട്ട ഒരു ഫീലിംഗ് അനുഭവിച്ചാണ്. ആലോചിച്ചു. നമ്മൾ പറയാറുണ്ട്, ആര് ചതിച്ചാലും വഞ്ചിച്ചാലും വേണ്ടിയിരുന്നില്ല, എൻ്റെ കൂടപ്പറപ്പുകളാണല്ലോ അത്. അതൊരു വേദന കൂടുതലാണ് കൂട്ടരെ. നമ്മളെ കൂട്ടത്തിൽ ചിലപ്പോൾ ഉണ്ടാവും. നമ്മൾ അനുഭവിച്ചിട്ടില്ല, പക്ഷെ കണ്ടിട്ടുണ്ട് ആൾക്കാരിങ്ങനെ ഇരുന്ന് കാര്യങ്ങൾ. വേറെ ആരും പറ്റിച്ചാലും പ്രശ്നം ഉണ്ടായിരുന്നില്ല. എൻ്റെ ഉമ്മ പ്രസവിച്ച, എൻ്റെ വാപ്പയിലുണ്ടായ, എൻ്റെ മുമ്പേ ജനിച്ച, എന്നെ കൊണ്ട് നടക്കേണ്ട എൻ്റെ ജ്യേഷ്ഠന്മാരാണ് എന്ന് പറഞ്ഞ് കരഞ്ഞ മനുഷ്യന്മാരെ മാത്രമേ. അത് വല്ലാത്തൊരു വേദന. ആ വേദന മനസ്സിലാക്കിയിട്ട് യൂസുഫ് നബിയുടെ ചരിത്രം നമ്മൾ വായിക്കണം. നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അഹ്സനുൽ ഖസസ്, ഏറ്റവും നല്ല കഥ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞു തരുമ്പോൾ തുടങ്ങുന്നത് ഇവിടെ മുതലാണല്ലോ അല്ലേ? കിണറ്റിൽ കൊണ്ടിടാനായിരുന്നു തീരുമാനം, കൊല്ലാനായിരുന്നു തീരുമാനം. ബാപ്പ ഞങ്ങളോട് അനീതി കാണിക്കുന്നുണ്ട് എന്ന് തോന്നിയത് കൊണ്ടാണ്. കൊച്ചനുജനോട് കുറച്ച് കൂടുതൽ ബാപ്പാക്ക് സ്നേഹം തോന്നിയിട്ടുള്ളൂ. ഒരു പ്രവാചകനും അങ്ങനെ കാട്ടില്ല. ബാപ്പാക്ക് ഉമ്മാക്കും ഇതിൽ നല്ലൊരു പാടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഒരിക്കലും ഒരു പ്രവാചകനായ യാക്കൂബ് എന്ന പിതാവ് അലൈഹിസ്സലാം അദ്ദേഹം ഒരിക്കലും മക്കളോട് അനീതി കാണിക്കില്ല. പക്ഷെ മക്കൾക്ക് തോന്നി ബാപ്പ ഞങ്ങളോട് അനീതി കാണിക്കുന്നുണ്ടോ? അലൈഹിസ്സലാം ഞങ്ങളോട് പറഞ്ഞു മക്കൾക്ക് തോന്നാൻ കൂടി പാടില്ല. യാക്കൂബിനെ ഒരിക്കലും ചെയ്യൂല, കാരണം ഇത് പ്രവാചകനാണ്. പക്ഷേ ജ്യേഷ്ഠന്മാർക്ക് തോന്നി ഞങ്ങളുടെ അനുജൻ യൂസുഫിനോട് പക്ക എന്തുകൊണ്ട് ഞങ്ങളുടെ അനീതി ഉണ്ട് തോന്നുന്നു. ആ തോന്നൽ പ്രശ്നപ്പെട്ടു. വാപ്പാരുമാരും ശ്രദ്ധിക്കേണ്ട രീതി. ആ തോന്നലിൽ നിന്നാണ് കൊല്ലണം എന്നവർ തീരുമാനിച്ചത്. കൊല്ലാൻ കൊണ്ടുപോകുമ്പോൾ ആ ചർച്ചയിലും തീരുമാനത്തിലും ഒരു അയവ് വന്നു. വേണ്ട, കൊല്ലണ്ട, കിണറ്റിലിടാം. എന്നിട്ടൊരാടിനെ അറുത്തിട്ട് രക്തമാക്കി തിരിച്ചു വാപ്പക്ക് കൊണ്ടുവന്നെടുത്ത് വസ്ത്രം നോക്കി. ഒറ്റപ്പെടലാണ്. ഒറ്റപ്പെടലിന്റെ കൈപ്പരസം അനുഭവിച്ചൊരു പ്രവാചകൻ യൂസുഫ് നബി അലൈഹി സ്വലാം. കിണറ്റിന്റെ പ്രതിസന്ധികളിലൂടെ കടന്നുപോയ ഒരു പ്രവാചകൻ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആരാരോ എടുക്കപ്പെട്ട് മാർക്കറ്റിൽ കൊണ്ടുപോയി കന്നുകാലികളെ വിൽക്കുന്നത് പോലെ വിലപേശി, കന്നുകാലികളെ വിലപേശുന്നതിന് വിധേയമാകുന്നത് പോലെ വിധേയമായ ഒരു പ്രവാചകൻ. പിന്നെ കൊട്ടാരത്തിന്റെ സുഖാഭരണങ്ങളില്ല, പക്ഷെ മനസ്സാണല്ലോ സുഖങ്ങളും സൗകര്യവും തീരുമാനിക്കുക. ബാപ്പയുണ്ട്, ഉമ്മയുണ്ട്, കൂടെ പറപ്പുകളൊക്കെ ഉണ്ട്. എന്നിട്ടും അനാഥത്വം പേറുന്ന ഒരു മനസ്സിൻ്റെ ഉടമക്ക് കൂട്ടരെ ഭൗതികമായ സുഖത്തിന് എന്ത് സുഖം ഉണ്ടാവും?
അവിടെ നിന്നാലും പതിറ്റാണ്ടുകൾ പിന്നിട്ട് അദ്ദേഹം ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. പക്ഷേ ഒരിക്കലും സഹിക്കാൻ കഴിയാത്തൊരു ദുരന്തം കൂടി ആ കൊട്ടാരത്തിന്റെ അകത്ത് വളർത്തുമ്മ തന്റെ വാതിലടച്ച് ക്ഷണിച്ചു. ഹൈത്തൽ, ഒരു യൂസഫെ കടന്നു വരൂ, എന്റെ ആവശ്യം നിർവഹിക്കാൻ നീ എന്നിലേക്ക് വരൂ. ആ തിന്മയിൽ നിന്ന് കുതറിയോടി വാതിലിന്റെ താഴെ തുറന്ന് പുറത്തേക്കോടി അതേ തിന്മയെ അതിജയിക്കുന്ന ചോരത്തളപ്പുള്ള ഒരു യുവാവ് യൂസഫ് നബി അലൈഹിസ്സലാം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, കൊട്ടാരത്തിന് സുഖം വേണ്ട, എനിക്ക് ജയിലിന്റെ പ്രതിസന്ധികൾ മതി. ദുനിയാവിലൊരു സുഖം എനിക്ക് വേണ്ട, ഞാൻ ജയിലിലെ പ്രൈസങ്ങൾ അനുഭവിച്ചോളാം. എന്നിട്ട് ജയിലാണ് അഭയം. 4-5 കൊല്ലം കഴിഞ്ഞിട്ട് അപ്പുറത്ത് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ ഒരു അവസരം കിട്ടുമ്പോഴും അദ്ദേഹത്തിന്റെ നിരപരാധിത്വം തെളിയിച്ചുകൊണ്ടാണ് അദ്ദേഹം പുറത്തിറങ്ങുന്നത്. വശീകരിക്കാൻ ശ്രമിച്ച അസീസിന്റെ പത്നിയും അതോടൊപ്പം തന്നെ കയ്യിൽ പഴം കൊടുത്ത് അത് മുറിച്ച് യൂസുഫ് നബിയുടെ സൗന്ദര്യത്തിൽ വീണ് പോയി കൈകൾ മുറിച്ചു കളഞ്ഞ സ്ത്രീകളും അവർ ഒരുപോലെ സർട്ടിഫിക്കറ്റ് കൊടുത്തു യൂസുഫ് നബിക്ക്. ഒരു തരിമ്പ് പോലും യൂസുഫ്, ഞങ്ങൾ അങ്ങോട്ട് വശീകരിക്കാൻ ശ്രമിച്ചിട്ടും ഒരു തരിമ്പ് പോലും യൂസുഫ് ഇങ്ങോട്ട് ചായ്ഞ്ഞിട്ടില്ല എന്ന സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷമാണ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജയിലിൽ നിന്ന് പോയത്. ആ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ് പ്രാർത്ഥിക്കുന്നത്. പരീക്ഷണങ്ങൾ അതിജയിച്ചു വന്ന യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, തിന്മയിൽ നിന്നും കുതറി ഓടി ജീവിത പരീക്ഷണങ്ങളെ അതിജയിച്ചു വന്ന യൂസുഫ് നബി പ്രാർത്ഥിക്കുക. പവർഫുള്ളായ ഈമാനുള്ള പ്രവാചകനായ യൂസുഫ് നബി പ്രാർത്ഥിക്കണം, തവഫനി മുസ്ലിമൻ വൽഹഖനി ബിസ്വാലിഹീൻ, പടച്ചോനെ ഒന്ന് മുസ്ലിമാക്കി മരിപ്പിച്ചിരിക്കണം. നോക്കിങ്ങൾ. അതുകൊണ്ട് കൂട്ടരെ, നമുക്കുണ്ടാവും, നമ്മളെ പരിചയത്തിൽ തന്നെ ഉണ്ടാവും, നമ്മൾ ഇസ്ലാം സ്വീകരിച്ചിട്ടും അല്ലെങ്കിൽ നിസ്കരിക്കാൻ വല്ലതും കുറെ കാലം, പക്ഷെ കുറെ മുമ്പൊക്കെ മുന്നിൽ നടന്ന ആൾക്കാരെ കുറെ കാലം കഴിഞ്ഞാൽ കാണില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, സ്ഥിരമായി വന്നവരെ നാട്ടിൽ ഉണ്ടായിട്ടും പിന്നെ പള്ളിന്റെ അകത്ത് കാണുന്നില്ല. പ്രശ്ന സുഹൃത്തുക്കളെ, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് പ്രശ്നം. അതുകൊണ്ട് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. എന്താ മാർഗം എന്നറിയും? ആ മാർഗമാണ് ഇന്ന് എനിക്ക് ഇവിടെ അവതരിപ്പിക്കാനുള്ള ശരിക്കും വിഷയം. ഞാൻ അത്ര നേരം ആവുക തന്നത്. അതുകൊണ്ട് ഒന്ന്, നമുക്ക് കിട്ടിയതിന് വില ഉണ്ട് എന്ന് മനസ്സിലാക്കി അൽഹംദുലില്ലാഹ് പറയാം. രണ്ടാമത്തേത്, ആ വിലയുണ്ട് എന്ന് മനസ്സിലാക്കി നമ്മളത് നഷ്ടപ്പെടാതിരിക്കാനുള്ള ജാഗ്രത. ആ ജാഗ്രതക്കുള്ള ഒരു മാർഗം ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു. അതെന്താണെന്നറിയോ? വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ. ഈ പ്രയോഗങ്ങൾ ശ്രദ്ധിക്കണം. യാ അയ്യുഹല്ലദീന ആമനൂ, നമ്മളെയാ വിളിച്ചത് അല്ലാഹ്. യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ, ആമിനൂ ബില്ലാഹി വറസൂലി, വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനും റസൂലിനും വിശ്വസിക്കണം. ഇവിടെ നമ്മൾ ചിലപ്പോൾ ആദ്യത്തെ ദർജയിലുണ്ടാവും, രണ്ടാമത്തെ ദർജയിൽ എത്തിയവരുണ്ടാവും നമ്മുടെ കൂട്ടത്തിൽ. യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വസിച്ചവരെ, ആമിനൂ ബില്ലാഹി വറസൂലി, നിങ്ങൾ അല്ലാഹുവിലും അവന്റെ പ്രവാചകനിലും അവന്റെ പ്രവാചകൻ ഇറക്കി കൊടുത്ത കിതാബിലും അവന്റെ മുൻകഴിഞ്ഞു വന്ന പ്രവാചകന്മാർക്ക് ഇറക്കി കൊടുത്ത കിതാബിലും നിങ്ങൾ വിശ്വസിക്കണേ എന്ന് അല്ലാഹു പറയാം. രണ്ട് പ്രയോഗം. ഒന്ന്, വിശ്വാസികളെ എന്ന് വിളിച്ചു, എന്നിട്ട് അല്ലാഹു നിങ്ങൾ വിശ്വസിക്കുന്നു. അപ്പൊ നമ്മൾ ഇപ്പുള്ള ദർജ ഉണ്ടല്ലോ, അതിൽ നിന്നാ പോരാന്ന് അല്ലാഹു പറയുന്നത്. ഇങ്ങനെ ഇപ്പൊ നമ്മളിങ്ങനെ ഒരു നിരപ്പിൽ നിൽക്കുകയാണ്. ആദ്യം ആ നിരപ്പിൽ നിൽക്കണം. നമ്മളിനെ അല്ലാഹു ആദ്യം വിളിച്ചത് യാ അയ്യുഹല്ലദീന ആമനൂ, എന്നിട്ട് പറയണം നിങ്ങൾ കയറി നിൽക്കണം, ആമീനു ബില്ലാഹി വറസൂലിഹി. അപ്പൊ നമ്മൾ അല്ലാഹുവിന്റെ റസൂലിലും അവന്റെ കിതാബിലും വിശ്വസിച്ചിട്ടുണ്ട്. പക്ഷേ ആ അടിസ്ഥാനപരം ഇങ്ങനെ സ്റ്റാൻഡ് നിന്നാൽ പോലെ കുറച്ചും കൂടി എന്ത് ചെയ്യണം, കയറണം എന്നാ പറഞ്ഞത്. അതൊന്ന് കൂട്ടരെ, അവിടെയാണ് നമ്മുടെ പോയിന്റ് കിടക്കുന്നത്. പൂർണ്ണമായി നമ്മളൊരു മുസ്ലിം ആകുമെന്നാണ് അല്ലാഹു നമ്മളോട് പറയുന്നത്. പൂർണ്ണമായി നമ്മളോടൊരു മുസ്ലിം ആകാൻ പറയാ, അയ്യുഹല്ലദീന ആമനൂ ആമിനൂ ബില്ലാഹ്, നിങ്ങൾ ഇപ്പൊ അല്ലാഹുവിൽ വിശ്വസിച്ചിട്ടുണ്ട്, പക്ഷേ ഒന്നുകൂടി ആഴത്തിൽ പടച്ച റബ്ബിനെ വിശ്വസിക്കാൻ നിങ്ങൾക്ക് കഴിയണം എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വസിക്കാൻ കഴിയും. നോക്കി നിങ്ങൾ ഇങ്ങനെ കയ്യിൽ നമ്മൾ പിടിച്ചിട്ട് ഇസ്ലാം കാര്യം എണ്ണുമ്പോൾ ഷഹാദത്ത് കലിമ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്, നിസ്കാരം, സക്കാത്ത്, നോമ്പ്, ഹജ്ജ്, ഈ അഞ്ചെണ്ണം നമുക്കറിയാം. ബുനിയൽ ഇസ്ലാം അലാ ഖംസി, 5 സ്തംഭങ്ങളിലാണ്. ഇനി നോക്കി നിങ്ങൾ, 40-ാമത്തെ വയസ്സിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നബുവത്ത് കിട്ടി. ഹിറാ ഗുഹയിൽ വെച്ച് ഇഖ്റ ബിസ്മി തുടങ്ങുന്ന സംഭവം കിട്ടി എന്ന് പറഞ്ഞാൽ അവിടെ മുതൽ അല്ലാഹുവിന്റെ റസൂലായി 40-ാമത്തെ വയസ്സിലാണ്. പിന്നെ 10 കൊല്ലം കഴിഞ്ഞു കേട്ടോ. 10 കൊല്ലം, ഇവിടെ ഒരു 10 കൊല്ലം ഗ്യാപ്പ് ഉണ്ട് കേട്ടോ. 10 കൊല്ലം ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, നിസ്കാരം ഫർളാക്കുന്നത്. 10-ാമത്തെ കൊല്ലത്തിൽ റസൂലുള്ളാഹിക്ക് നബുവത്ത് കിട്ടി. 10-ാമത്തെ കൊല്ലം തന്നെ ഏകദേശം 50-ാമത്തെ വയസ്സ് റസൂലിന്റെ. 50-ാമത്തെ വയസ്സായപ്പോൾ 2 ദുരന്തങ്ങൾ നടന്നു റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ. വല്ലാത്ത വേദന ഉണ്ടാക്കി റസൂലുള്ളാഹി. എന്താന്ന് വെച്ചാൽ, ഒന്ന്,
നബിയുടെ ഭാര്യ മരണപ്പെട്ടു, ഖദീജ ബീവി. അതുവരെ ഒരു ഭാര്യ ഉണ്ടായിരുന്നുള്ളത്. പിന്നെയാണ് ബാക്കിയുള്ള ഭാര്യമാരെ സ്വീകരിക്കുന്നത് റസൂൽ. ഒരാളുണ്ടായിരുന്നു, ഖദീജ ബീവി മരണപ്പെട്ടതിന് ശേഷം ബാക്കിയുള്ളവരും. അപ്പോൾ ഈ ഖദീജ ബീവിയും റസൂൽ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് സ്വപ്നം കാണാൻ കഴിയുന്നതിനും അപ്പുറമുള്ള ഒരു ഭാര്യയായിരുന്നു അല്ലാഹുവിൻ്റെ റസൂൽ. വല്ലാത്ത ബന്ധമായിരുന്നു അവർ തമ്മിൽ. റസൂലുള്ളാഹിക്ക് കുടുംബത്തിൻ്റെ അകത്തും കുടുംബത്തിൻ്റെ പുറത്തും നല്ലോണം പിന്തുണ നൽകാൻ കഴിവും സ്റ്റാറ്റസും ഉള്ള ആളായിരുന്നു ഖദീജ ബീവി. മാത്രമല്ല, പ്രായം കൊണ്ട് മുതിർന്നതാണെങ്കിലും നല്ലോണം മാനിക്കുകയും അതുപോലെ തന്നെ ബഹുമാനിക്കുകയും ചെയ്ത എല്ലാ ഡ്യൂട്ടിയും നിർവഹിക്കുന്ന ഒരു പത്നിയായിരുന്നു ഖദീജ ബീവി. അതുകൊണ്ടാണ് നോക്കിയെങ്കിലും മരിച്ചതിന് ശേഷം ആയിഷ ബീവിക്ക് അസൂയോന്നുണ്ടല്ലോ, എന്താ റസൂലേ നിങ്ങളെ ഖദീജക്ക് ഇത്രയും കുറച്ച് അസൂയയോടുകൂടി ചോദിക്കുന്നുണ്ട്. അപ്പോഴും റസൂലുള്ള പറഞ്ഞു എൻ്റെ ഖദീജ എന്നാണ്, എൻ്റെ ഖദീജ എന്നാണ്. ഒരിക്കലും റസൂലുള്ളാഹിന്റെ ഭാര്യ ഖദീജ ബീവിക്ക് വഫാത്തായതിനു ശേഷം ഒരു സംഭവം നടന്നു. ഖദീജ ബീവിക്ക് ഖാല എന്ന പേരുള്ള ഒരു സഹോദരിയുണ്ട്. ചില സഹോദരിമാർ അങ്ങനെയാണ്, കുറച്ചൊരു മുഖച്ചായും ശബ്ദത്തിന്റെ ടോണൊക്കെ ചിലപ്പോൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഒരാളാണെന്ന് തോന്നിപ്പോകും. റസൂലുള്ള അങ്ങനെ മുന്നിലേക്ക് തിരിഞ്ഞിരിക്കുമ്പോ പിന്നിലൂടെ ഖാല വന്നിട്ട് സലാം പറഞ്ഞു. റസൂലുള്ള ചാടി എണീറ്റിട്ട് സലാം മടക്കിയിട്ട് യാ ഖാല, ഖാല ഇരുന്നോ എന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ഖദീജയായിരുന്നു എന്ന് വിചാരിച്ചു എന്നുള്ളതാണ് എൻ്റെ മറുപടി. അത്രത്തോളം മരണപ്പെട്ട് കഴിഞ്ഞിട്ടാണ് കേട്ടോ, അത്രത്തോളം വല്ലാത്തൊരു ബന്ധം ഉണ്ടായി. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ നിന്ന് ഖദീജ പോയപ്പോ അള്ളാഹുവിന്റെ റസൂലിന് വല്ലാത്ത വേദന ഉണ്ടായി, വല്ലാതെ തളർന്നു. ദുഃഖവർഷം എന്ന് ചരിത്രം രേഖപ്പെടുത്തി. ദുഃഖവർഷം ചരിത്രകാരന്മാർ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ച ദുഃഖവർഷമാണ്. രണ്ട് കാരണം. ഇത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ അബൂ ത്വാലിബും അതേ കൊല്ലാണ് മരണപ്പെടുന്നത്. ഇവര് രണ്ടുപേരുടെയും മരണം റസൂലുള്ളാഹിക്ക് ഒരു വേള വല്ലാത്ത പ്രയാസം ഉണ്ടാക്കി. അങ്ങനെ ഒരു ദിവസം രാത്രി കഅബന്റെ ചാരത്ത് റസൂലുള്ളാഹി ഇരിക്കുമ്പോൾ അള്ളാഹിന്റെ അടുക്കൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നു. ബുറാഖും ഉണ്ടാവുന്നത് റസൂലുള്ളാഹിനെ കയറ്റി അങ്ങ് ഫലസ്തീനിലേക്ക്, ഇന്ന് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ജെറുസലേമിലേക്ക്, ബൈത്തുൽ മഖ്ദിസിലേക്ക് റസൂലുള്ളാഹിനെ കൊണ്ട് ബുറാഖ് കൊണ്ടുപോയി, അഥവാ ഇസ്റാ നടന്നു. അവിടുത്തെ നടപടിക്രമങ്ങൾ പൂർത്തിയായി റസൂലുള്ളാഹി മിഅ്റാജ്, കയറിപ്പോകൽ എന്നർത്ഥമുള്ള 7 ആകാശം വരെയുള്ള മിഅ്റാജ് നടത്തി തിരിച്ചു വന്നു. അന്ന് സുബഹിന്റെ മുമ്പ് ഒരൊറ്റ രാത്രി കൊണ്ട് പോയി, അവിടെയും ഇവിടെയും പോയി. നടക്കാത്ത സംഗതിയാണ്, റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്താണല്ലോ. അതുകൊണ്ടാണ് പിറ്റേ ദിവസം സുബഹിസ്കാരം കഴിഞ്ഞിട്ട് കഅബന്റെ അടുത്ത് ഇങ്ങനെ റസൂൽ ഇരിക്കുമ്പോൾ അബൂജഹൽ ആ വഴിക്ക് പോകുമ്പോൾ ചോദിച്ചത്, അല്ല മുഹമ്മദ് എന്നൊന്നും വന്നിട്ടില്ല, കളിയാക്കി ചോദിച്ചത്. നിങ്ങൾ വന്നൊരു ആക്കി ചോദ്യമുണ്ടല്ലോ, ആക്കി ചോദിച്ചത്, അല്ല മുഹമ്മദ് ഇന്നിപ്പോ ഒന്നും വന്നിട്ടില്ലേ എന്ന് ആര് ചോദിച്ചു? അബൂജഹൽ ചോദിക്കുക. അപ്പോൾ റസൂൽ അതുവരെ അത് ആരും പറഞ്ഞിട്ടില്ല, കാരണം പോയി വന്നതൊന്നും അധികം ആരും അറിഞ്ഞിട്ടില്ല, കാരണം സമയം അങ്ങനെയുള്ളൂ. അബൂജഹൽ ചോദിച്ചപ്പോൾ പറഞ്ഞുണ്ടായി, ഞാൻ ഇന്നലെ എവിടെ പോയി, ഫലസ്തീനിൽ പോയി, മസ്ജിദുൽ അഖ്സയിൽ പോയി, വന്നിട്ടാണ് ആകാശത്തിന് പോയി. ഇത് കേട്ടപ്പോ അബൂജഹലിന് അത്ഭുതമായി. അബൂജഹൽ അതൊരു ആയുധമായിരുന്നു. അബൂജഹലിന് ബുദ്ധി ഇല്ലാത്തതുകൊണ്ടല്ല, അബൂജഹൽ ഏറ്റവും വലിയ ബുദ്ധിയുള്ള മനുഷ്യനാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി പ്രാർത്ഥിച്ച് രണ്ടാമൊരു ഉമറിനെ കൊണ്ട് ഇസ്ലാമിനെ ശക്തിപ്പെടുത്തുന്നു. ഒന്ന് ഉമർ അല്ല, രണ്ടാമത്തെ ഉമർ അംർ എന്ന് പറഞ്ഞാൽ ഇയാളാണ്. കാരണം ഇയാളെ കുറച്ച് ബുദ്ധി കൂടുതലുള്ള ആളാണ്, ദീർഘവീക്ഷണം. ഇയാളെ മുന്നിൽ നിന്നാ പിന്നിലേക്ക് ആളുണ്ടാവും, അത്ര പവർഫുള്ള, എടുത്ത തീരുമാനം ഓക്കെയാണ്, ദീർഘവീക്ഷണമുള്ള വ്യക്തിയാണ്. അയാള് അള്ളാഹുവിന്റെ റസൂൽ ഇത് പറഞ്ഞപ്പോൾ നടക്കൂല എന്ന് അയാൾക്ക് അറിയാം. കാരണം എന്താ വെച്ചാൽ ഫലസ്തീനിക്ക് പോയി വരാൻ തന്നെ വേണം മാസങ്ങൾ, യാത്ര ദൂരം, പിന്നെ ഒറ്റ രാത്രി കൊണ്ട് അവിടെ ആകാശം. അതുകൊണ്ട് അബൂജഹൽ അതൊരു ആയുധമാക്കി എടുത്തു. അബൂബക്കർ അടുക്കൽ പോയി അബൂബക്കറെ പറയുന്നുണ്ട് മുഹമ്മദ് ട്ടോ, ചോദിച്ചു എന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. എന്റെ റസൂൽ ഇതിനപ്പുറം പറഞ്ഞ് ഞാൻ വിശ്വസിച്ചത് പിന്നല്ലേ പത്തെന്ന് ചോദിച്ചു. അവിടുന്ന് സിദ്ദീഖ് എന്നുള്ള പേര് കിട്ടി എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് സുബഹിന്റെ മുമ്പ് തിരിച്ചു വരുമ്പോൾ വല്ലാത്തൊരു സമ്മാനം കൊണ്ടാണ് ആകാശ ലോകത്ത് നിന്ന് വന്നത്. കൂട്ടരെ, നമുക്കുള്ള 5 നേരത്തെ നിസ്കാരം, ഹിജറ നുബുവത്തിന്റെ 10-ാം കൊല്ലം റസൂലുള്ളാഹിക്ക് ഏകദേശം, ഞാൻ ആ ഷാർപ്പ് പ്രായം പറയല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും മാസത്തിന്റെ വ്യത്യാസങ്ങളുണ്ട്, പക്ഷെ നമ്മളെ മനസ്സിൽ പിക്ചർ ഉണ്ടാവും. ഞാൻ പറയാം റസൂലുള്ളാഹി ഏകദേശം 50-ാമത്തെ വയസ്സ് എന്ന് പറഞ്ഞാൽ 40-ൽ നുബുവത്ത് കിട്ടി, പിന്നെ 10 കൊല്ലം കഴിഞ്ഞിട്ട് എന്തുണ്ടാണ്? നിസ്കാരം ഉണ്ടാവും. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു 3 കൊല്ലം കൂടി മക്കയിൽ ജീവിച്ചു. 53 വയസ്സ് വരെ ജീവിക്കുന്നത്. അത് കഴിഞ്ഞ് മദീനയിലേക്ക് പോയി. മദീനയിലേക്ക് പോയപ്പോൾ സക്കാത്തും ഏകദേശം ഈ സമയത്തെ ചരിത്രങ്ങൾ കൂടുതൽ, സക്കാത്ത് ഏകദേശം മദീന എത്തിയ സമയം സക്കാത്ത് നടക്കുന്നുണ്ടായി. അവിടെ എത്തി മദീനയിലെത്തിയിട്ടുള്ള ആദ്യത്തെ മുഹറം മാസത്തിലുണ്ട് 10-ന് മുഹറം 10-ന് ജൂതന്മാരിങ്ങനെ നോമ്പെടുക്കണം. അവർ സുരക്ഷ അല്ല, നിങ്ങൾക്ക് ഇപ്പം എന്താ ആശുറായി, നമ്മൾ മുഹറം 10-ന് ആശുറ എന്ന് പറയല്ലോ, ആശുറായി നോമ്പെടുക്കണം. നിങ്ങളിപ്പോൾ എന്താ ഇന്ന് നോമ്പെടുക്കണം? ഓല് പറഞ്ഞു ഇന്ന് നല്ലൊരു ഈസാണ്, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയെയും ബനു ഇസ്രായേലുകാരെയും ഫിറഔൻ നമ്മളെ രക്ഷപ്പെടുത്തിയ ദിവസം, അതുകൊണ്ട് അതിൻ്റെ ഒരു സ്മരണയെന്നോ ഞങ്ങൾ നോമ്പെടുക്കണം. അപ്പോൾ റസൂൽ പറഞ്ഞു
നിങ്ങളെക്കാൾ മൂസാ നബിയുടെ അടുത്ത ആൾക്കാർ ഞങ്ങളാണല്ലോ, അതുകൊണ്ട് ഞങ്ങൾ നോമ്പെടുത്തു, റസൂൽ നോമ്പെടുത്തു, സ്വഹാബികൾ കൽപ്പിച്ചു. അന്ന് മുതൽ ആശൂറ നിർബന്ധമായി, വാജിബായി, ഫർളായി. അപ്പോഴൊന്നും എന്തില്ല, റമദാൻ മാസത്തിൽ നോമ്പില്ല. പിന്നെ അവിടെ എത്തി 2-ാം കൊല്ലം, അഥവാ ഹിജ്റ 2-ാം കൊല്ലം ശഅബാനിൽ ആയത്തിറങ്ങി, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. വിശ്വാസികളെ, മുൻഗാമികൾക്ക് നോമ്പ് നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്കും നിർബന്ധമാക്കിയിരിക്കുന്നു. ലക്ഷ്യം ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ വിശ്വാസികളാകാൻ വേണ്ടി. ഏതാ ഹിജ്റ 2 എന്ന് പറഞ്ഞാൽ ഇവിടെ 13 കൊല്ലം നുബുവത്ത് കഴിഞ്ഞു, പിന്നെ അവിടുത്തെ 2-ാം കൊല്ലം, ഏകദേശം 14 കൊല്ലം പൂർത്തിയായിട്ടാണ് ഈ പറഞ്ഞ നോമ്പ് വരുന്നത്. പിന്നെ ഹജ്ജാണുള്ളത്. ഹജ്ജ് ഏതാ കൊല്ലം എന്ന് നമുക്കറിയാം, കാരണം റസൂൽ ഒറ്റ ഹജ്ജ് റസൂൽ വഫാത്താകുന്നതിന് മുമ്പുള്ള ദുൽഹിജ്ജ മാസത്തിലാണ് ഒറ്റ ഹജ്ജ്, അവസാനത്തെ ആദ്യത്തെ. അപ്പൊ നിങ്ങൾ നോക്കി, ഈ ഒരു ഇവിടുത്തുള്ള ഒരു ഗ്യാപ്പ് എന്താ? ഈ ഗ്യാപ്പിനാണ് റസൂലുള്ള അടിസ്ഥാനം ഉണ്ടാക്കിയത്. 40 വയസ്സ് മുതൽ ഏകദേശം ആദ്യത്തെ 3 കൊല്ലം ഉണ്ടല്ലോ, പ്രബോധനം രഹസ്യമാണ്. അർത്ഥം റളിയല്ലാഹുവിന്റെ വീട്ടിലാണ്. അർത്ഥം റളിയല്ലാഹുവിന്റെ വീട് പറഞ്ഞാൽ കുറച്ച് ദൂരെയാണ്, സാധാരണക്കാരനാണ്, ആരും ശ്രദ്ധിക്കൂല, നാട്ടിൽ വല്ലാതെ ആൾക്കാരൊന്നും പരിഗണിക്കാത്ത ആൾ. അതുകൊണ്ട് ആ വീട് തെരഞ്ഞെടുത്തത്. റസൂലുള്ള പതുക്കെ ഓരോരുത്തരെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ദീന് പറഞ്ഞെടുത്ത് തിരിച്ചു കൊണ്ടുവരും. സ്വഹാബികൾ ആയോരിങ്ങനെ കുറച്ച് കൊണ്ടുവരും. ആ 3 കൊല്ലം റസൂലുള്ള എന്താ പറഞ്ഞിട്ടുണ്ട്? അർത്ഥം റളിയല്ലാഹുവിന്റെ വീട്ടിൽ നിസ്കാരം നിർബന്ധമാക്കിയിട്ടില്ല, നോമ്പ് നിർബന്ധമാക്കിയിട്ടില്ല, സക്കാത്ത് നിർബന്ധമാക്കിയിട്ടില്ല, ഹജ്ജ് ഇല്ല. പിന്നെ എന്താ റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ടാവും? അത് കഴിഞ്ഞിട്ടുള്ള 7 കൊല്ലം, നിസ്കാരം നിർബന്ധമാക്കുന്നത് വരെയുള്ള 7 കൊല്ലം അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബികൾക്ക് എന്താ പഠിപ്പിച്ചു കൊടുത്തത്? കുട്ടിയെ, ആ കൊല്ലം, ആ കാലഘട്ടത്തിലാണ് ബിലാലിന്റെ നെഞ്ചിലേക്ക് പാറക്കല്ല് കയറ്റി വെച്ച ചരിത്രം നമുക്ക് വായിക്കാനുള്ളത്. അമ്മാറും യാസിറും സുമയ്യയും റളിയല്ലാഹു അൻഹും അജ്മഈൻ, അവരുടെ ചരിത്രം വായിക്കാനുള്ള വേദനാജനകമായത് ആ കാലഘട്ടത്തിലാ. നിസ്കാരമില്ലാത്ത, നോമ്പില്ലാത്ത, സക്കാത്തില്ലാത്ത, ഹജ്ജില്ലാത്ത ആ കാലഘട്ടത്തിൽ എന്തിനു വേണ്ടി അവർ പോരാടി? എന്തായിരുന്നു അല്ലാഹുവിന്റെ റസൂൽ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തിരുന്നത്? അതിന്റെ പേരാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് അൽ ആഖിറ. ഈ 3 കാര്യം ദുആക്ക് ഇങ്ങനെ അടിത്തറ ഉണ്ടാക്കി കൊടുക്കും. ഈ 10 കൊല്ലം കഴിഞ്ഞ് പിന്നെ ഇതൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നല്ല, പക്ഷെ ഇവിടെ റസൂലുള്ളാഹി എന്തിരുന്നു? അടിസ്ഥാനം കല്ല് പതിച്ച് റെഡിയാക്കി, ഇടക്ക് മണ്ണൊക്കെ കൊടുത്ത് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും 2 ദിവസം കഴിഞ്ഞ് ഒന്നുകൂടി വെള്ളം ഒഴിച്ചിട്ട്, ഒന്ന് വെയിലത്ത് ഒന്നുകൂടി ഉണക്കാൻ വെച്ച്, പിന്നൊന്ന് ഇടിച്ച്, പിന്നൊന്ന് ബെൽറ്റൊക്കെ കെട്ടി സെറ്റാക്കി അടിത്തറയുണ്ട്. ഈ അടിത്തറ വെച്ചിട്ടാണ് ഇതിങ്ങനെ എന്ത് ചെയ്തത്? പണിതത്. ഇതുകൊണ്ടാണ് നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആരെങ്കിലും കൈ വെക്കുമ്പോൾ കുറച്ച് വേദന എന്തെന്നോ, ഇതുകൊണ്ടാണ്. കുടുംബത്തിന്റെ അകത്ത് പോലും ശിർക്കൻ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ മാന്യമായി സംസാരിച്ച് ബോധ്യപ്പെടുത്തി, ഞാൻ അവിടെ നിന്ന് മാറി നിൽക്കുമ്പോഴും ഉമ്മനെ സ്നേഹമില്ലാത്തോനെന്നും ഉപ്പനെ സ്നേഹമില്ലാത്തോനെന്നും നാട്ടുകാർ വിളിച്ചപ്പോഴും ആ വേദനകളൊക്കെ നെഞ്ചകത്ത് വെച്ച് റബ്ബിലേക്ക് തിരിച്ചു വിട്ടിട്ട് പിടിച്ചു നിന്നത് എന്തിനാണെന്നറിയോ? ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹുവിന്റെ റസൂൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ്. അതുകൊണ്ട് കൂട്ടരെ, യാ അയ്യുഹല്ലദീന ആമനൂ ആമിനൂ ബില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കണേ എന്ന് അല്ലാഹ് നമ്മളോട് പറയാണ്. അടിത്തറ കൂട്ടരത്. അതുകൊണ്ട് ഇപ്പം നമ്മൾ അല്ലാഹുവിൽ വിശ്വസിക്കണില്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഉണ്ട്. പക്ഷേ അത് ശരിക്കും പ്രകടമാകുക എവിടെയെന്ന് വെച്ചാൽ നമ്മളെ സ്വഭാവം കണ്ടാൽ നമുക്ക് പൂർണ്ണമായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. ഭാര്യനോടുള്ള പെരുമാറ്റം, മക്കളോടുള്ള പെരുമാറ്റം, കച്ചവടത്തിലുള്ള നമ്മുടെ നയനിലപാടുകൾ, നാട്ടിലുള്ള നമ്മുടെ സ്വഭാവ കാര്യങ്ങൾ, നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ ഭാര്യ ആയിഷ ബീവി പറഞ്ഞൊരു വർത്താനമുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ വന്നിട്ട് ഞങ്ങളോട്, നിങ്ങൾ കുടിക്കണ്ട, നിങ്ങൾ വ്യഭിചരിക്കണ്ട, മദ്യപാനികളാണല്ലോ, നിങ്ങൾ കുടിക്കണ്ട, നിങ്ങൾ വ്യഭിചരിക്കണ്ട എന്നായിരുന്നു ഞങ്ങളോട് ആദ്യം പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളതൊന്നും അനുസരിച്ചിരുന്നില്ല എന്ന്. റസൂൽ ഞങ്ങളോട് ആദ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് ആഖിറത്തെ കണ്ട് പറഞ്ഞു. അതൻ സെറ്റായപ്പോൾ പിന്നെ ബാക്കി കുടിക്കൽ ഒഴിവാക്കാൻ കേട്ടോ എന്ന് പറഞ്ഞ് നൈസായി ഒഴിവാക്കി. മദ്യപാനം വ്യഭിചാരം, കാരണം അതിലിങ്ങനെ ഊട്ടപ്പെട്ട സമൂഹമാണ്. പക്ഷെ ആദ്യം ഓരോട് അതല്ല പറഞ്ഞത്. അപ്പൊ നമ്മൾ തിരിച്ചറിയേണ്ടത് എന്താണെന്നറിയോ? നമ്മളടുത്ത് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ, നമ്മളടുത്ത് എന്തെങ്കിലും പ്രതിസന്ധികൾ ഉണ്ടെങ്കിൽ നമ്മൾ അറിയുക അസ്ലിൽ ഇല്ല എന്നല്ല, അസ്ലിൽ എവിടെയൊക്കെയോ ചില കുത്തുകളും എവിടെയൊക്കെയോ ചില കുറവുകളും, സാധാരണ മരക്കച്ചവടക്കാർ പറഞ്ഞ ചില കൂടുതലുകളും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ചിലപ്പോൾ കച്ചവടത്തിൽ നമ്മൾ ഇടപാടുകൾ ചെയ്യുക, ഒരു നാട്ടുകാർ പറയും ബാക്കിയൊക്കെ പക്കയാണ്, ഇടപാട് പറ്റില്ല. എന്താ കാരണം? അടിസ്ഥാനത്തിൽ എവിടെയോ പ്രശ്നമുണ്ട്. മൂപ്പരൊക്കെ ഓക്കെയാണ്, പക്ഷെ അടുക്കാൻ പറ്റൂല, കാരണം സ്വഭാവം അത്ര പ്രയാസം.
എന്താ അസ്സലി ചില പ്രശ്നം. അതുകൊണ്ട് തൗഹീദുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞ കൂട്ടരെ ആ നാട്ടിലെ പക്കയായ മനുഷ്യനാണ്. തൗഹീദിൽ വരുന്ന ചില പ്രതിസന്ധികൾ നമ്മുടെ ബാക്കിയുള്ളവരും വരും. സാധാരണ പറയാറുണ്ട്, നമ്മളെ കൂട്ടത്തില് കുറ്റപ്പെടുത്തുക എന്ന് വിചാരിക്കരുത്. എന്തുകൊണ്ടാ താടി പഠിക്കണമെന്ന് ചോദിച്ചാൽ നമ്മളെ മനസ്സിലേക്ക് തൗഹീദ് നേരെ കയറിയിട്ടുണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പൊ പലപ്പോഴും നമ്മളിപ്പോ സ്ത്രീകളോട് പറയും, നിങ്ങൾക്ക് എന്താ ഹിജാബ് ഇട്ടാൽ, നിങ്ങൾക്ക് എന്താ മംഗലത്തിന് പോകുമ്പോൾ ഹിജാബിനൊരു ഇടങ്ങേറ് ചോദിച്ചാല് അവിടെ ഹിജാബ് നിങ്ങൾക്ക് ഇടങ്ങേറുണ്ടെങ്കിൽ അതിനർത്ഥം എന്താ വെച്ചാൽ അസ്വലി നിങ്ങൾക്ക് എന്തുണ്ട്, പ്രയാസം ഉണ്ട്, പരലോകം ഉണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ട് എന്ന് ബോധ്യപ്പെടുമ്പോഴേ പിന്നെ ബാക്കിയൊക്കെ ഓക്കെയാവും. ചില ആൾക്കാരിങ്ങനെ ദീനിനെ പരിഹസിക്കും പല നിലക്ക്. ചിലപ്പോൾ നോട്ടം കൊണ്ടാവാം, ചിലപ്പോൾ ഒരു ആംഗ്യം കൊണ്ടാവാം, ചിലപ്പോൾ ഒരു സംസാരം കൊണ്ടൊക്കെ ആവാം. ദീനെ കളിയാക്കൽ ദീനെടുക്കണേക്കാട്ടിലും അപകടമാണ്. ദീനെടുക്കണേക്കാട്ടിലും അപകടം. കാരണം ഞാനിപ്പോൾ എന്ത് ചെയ്തു, ഞാനിപ്പോൾ മീശ എടുക്കാത്തുള്ള മീശ പഠിക്കാതെ അല്ലെങ്കിൽ മീശ വെട്ടാതെ നടക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. പക്ഷെ മീശ വെട്ടുന്നവനെ കണ്ട് ഞാൻ കളിയാക്കുകയാണെങ്കിൽ ഞാൻ മീശ വെട്ടാതിരിക്കണേക്കാളും പ്രശ്നമാണ് ഏതെന്നറിയോ ഞാൻ അയാളെ കളിയാക്കുന്നത്. ഞാനൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ എഴുതുന്നു. കാരണം പരിഹാസം എന്നുള്ള ഇസ്ലാം എന്താണ്, സമ്മതിക്കുന്നില്ല. എന്നാൽ ചിലപ്പോ നമ്മൾ എടുക്കാത്തതിനേക്കാൾ കുറ്റം ആ പരിഹാസത്തിന് കിട്ടും. ഇതൊക്കെ എവിടെയെന്ന് ചോദിച്ചാല് നമ്മൾ മനസ്സിലാക്കുക എന്താ വെച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് കയറ്റി വെക്കേണ്ടത് തറയാക്കേണ്ട ഒരു സാധനം ഉണ്ടല്ലോ, അത് തറയായിട്ടുണ്ടാവില്ല. ആദ്യം നമ്മൾ അത് അടക്കേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നോക്കിയും സ്വഹാബത്തിന്റെ ജീവിതത്തിലും പ്രവാചകന്മാരുടെ ജീവിതത്തിലും അന്തങ്ങൾ ഒക്കെ എപ്പോഴാണ് വാക്കുകൾ റെഡിയായത്. സുഹൈബ് റളിയല്ലാഹു അൻഹു ബദറിന്റെ ചരിത്രം വായിക്കുന്ന വേളയിൽ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, മദീനയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ മക്കയിൽ നിന്ന് അള്ളാഹിന്റെ റസൂലും അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒക്കെ പോയതിനു ശേഷം പിന്നെയാണ് സുഹൈബ് റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് യാത്ര ചെയ്യുന്നത്, ഹിജ്റ പോകുന്നത്. റോമക്കാരനായ സുഹൈബ് റളിയല്ലാഹു അൻഹു വെറും കയ്യോടെ വന്ന് മക്കയിൽ വന്ന് കച്ചവടം ചെയ്ത് സ്വന്തം അധ്വാനം കൊണ്ടും സ്വന്തം ചോര നീരാക്കിയും സ്വന്തം ബുദ്ധി ഉപയോഗിച്ചും അള്ളാഹിന്റെ തൗഫീഖ് കൊണ്ട് ഉണ്ടാക്കിയ വലിയ സ്വത്ത് ഉണ്ടായിരുന്നു. സുഹൈബ് റളിയല്ലാഹു അൻഹു പോകാൻ ഒരുങ്ങുമ്പോ നാട്ടുകാർ ചോദിച്ചു, അല്ല സുഹൈബ് എവിടേക്കാണ്? ഞാൻ പോകാണ് നബിയുടെ അടുത്തേക്ക്, നിനക്ക് പോകാം, പക്ഷെ നീ വെറും കയ്യോടെയാണ് പോകുന്നത്, ഇവിടുന്ന് ഉണ്ടാക്കിയത്, ഇത് ഇവിടെ വെച്ചാണ് കൂട്ടരെ. ഒരു വേള ഞങ്ങൾ പറഞ്ഞില്ല, ഇന്നത്തെ അംബാനി കണ്ടല്ലോ, അതാ അന്നത്തെ സ്വഭാവം കൊണ്ടോ കർമ്മം കൊണ്ടല്ല, സ്വത്ത് കൊണ്ട്. അതാണ് സുഹൈബ് റളിയല്ലാഹു അൻഹു. സ്വത്ത് അന്ന് കൂടുതലുള്ള ആളുകളെ കൂട്ടത്തിൽ ഒരാളായിരുന്നു അദ്ദേഹം. ആ മുഴുവൻ സ്വത്തും അവിടെ കൊടുത്ത് ഒറ്റക്ക് മദീനയിലേക്ക് നടന്ന് നീങ്ങി വരുമ്പോൾ അള്ളാഹിന്റെ റസൂൽ മദീനയുടെ ബോർഡറിൽ നിന്നുകൊണ്ട് സുഹൈബിനെ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്, റബിഹൽ ബൈഉ യാ സുഹൈബ്, റബിഹൽ ബൈഉ, താങ്കളുടെ കച്ചവടം വിജയകരമായിരിക്കുന്നു. സുഹൈബ് റളിയല്ലാഹു അൻഹു മനസ്സിലായി, അങ്ങ് ദൂരെ മക്കയിൽ നിന്ന് ഞാൻ ഇവിടെ എത്തുമ്പോഴേക്കും എന്റെ മുമ്പേ എന്റെ ചരിത്രം പറയാൻ ഇവിടെ ആരും എത്തിയിട്ടില്ല. ഇത് ആകാശ ലോകത്ത് നിന്ന് ലോകത്തിന്റെ റബ്ബ് ഇടപെട്ടതാണ്, അള്ളാഹുവിന്റെ വഹിയാണ് എന്റെ അവിടുത്തെ സംഭവം റസൂലുള്ളാഹി ഇവിടെ എത്തിക്കൊടുത്തത് എന്ന് തിരിച്ചറിയാനുള്ള ബുദ്ധിയുള്ള സുഹൈബ് മനസ്സുകൊണ്ട് സന്തോഷിക്കുകയായിരുന്നു. കാരണം അള്ളാഹ് തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന്. കൊടുത്തിട്ടാ പോകുന്നത്, ഒന്നുമില്ല കയ്യിൽ, എവിടുന്ന അസ്സല് റെഡിയാണ്. നമ്മൾ പറയാറുണ്ട് ഒന്നാമത്തെ ഷഹീദ സുമയ്യ റളിയല്ലാഹു അൻഹ. നമ്മളിപ്പോൾ കേൾക്കാറുണ്ട് സംഖ്യകളെ കുറിച്ചൊക്കെ. ഓലത്ത് ശൂലം കുത്തി ഗർഭിണിയായ പെണ്ണിനെ കൊന്ന് കുന്തത്തിലും ശൂലത്തിലും കുട്ടിയെ പുറത്ത് മുന്നലും തുടങ്ങിയ ഒന്നല്ല കൂട്ടെ. സുമയ്യ റളിയല്ലാഹു അൻഹ എങ്ങനെ മാറ്റപ്പെട്ടത്? ചുട്ടുപഴുപ്പിച്ച കുന്തം സ്വന്തം ലൈംഗികാവയവത്തിലേക്ക് കുത്തിക്കൊന്നത് കൂട്ടരെ. അത് നിങ്ങൾ ആലോചിച്ച് നമുക്ക് ആലോചിക്കാൻ പറ്റും. എന്താ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞ അടിസ്ഥാനപരമായ ഘടകം എന്താണ്? അല്ലാഹു അഹദ്, അല്ലാഹു അഹദ് എന്ന് ബിലാലിനെ ഉപദ്രവിക്കും തോറും മനസ്സ് കടുപ്പിച്ചുകൊണ്ട് വാചകം ഉയർത്തിക്കൊണ്ട് അന്തരീക്ഷം മുഖരിതമാക്കി അല്ലാഹു അഹദ് എന്ന് പറയാൻ ബിലാലിന്റെ മനസ്സിൽ ഉറപ്പിച്ച വിശ്വാസം ലാ ഇലാഹ ഇല്ലല്ലാഹ്. പുകവലിക്കുന്നവർ പറയാറുണ്ട് കഴിയുന്നില്ല മാറ്റം. കൂട്ടരെ, കയ്യും കാലും കൊടുത്ത് സ്വർഗത്തിന്റെ മുമ്പിൽ വന്ന് ക്യൂ നിൽക്കുന്നവരുടെ ഇടയിലേക്ക് പുകവലി പോലും ഒഴിവാക്കാൻ പറ്റാതെ നമ്മൾ പോകുമ്പോൾ നമ്മൾ എന്താ പിന്നെ ചെയ്തത്? എന്താ കൂട്ടരെ നമ്മൾ ചെയ്തത്? കൈ കൊടുത്തവരും കാല് കൊടുത്തവരും ശരീരം കൊടുത്തവരും ദുനിയാവിലെ ഒരു പുരുഷായുസ് മുഴുവൻ അധ്വാനിച്ച് ഉണ്ടാക്കിയ സ്വത്ത് മുഴുവൻ കൊടുത്ത് ശരീരത്തെ മുഴുവൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊടുത്ത് നാളെ കടന്നു വരുന്ന മനുഷ്യന്മാരുടെ സമീപത്ത് നിന്ന് കഴിഞ്ഞിട്ടില്ല റബ്ബ് ഒരു പുകവലി പോലും ഒഴിവാക്കാൻ എന്ന് പറയുന്നവരുണ്ടെങ്കിൽ എന്താ കൂട്ടരെ ദീനിന് വേണ്ടി നമ്മൾ കൊടുത്തത്?
എന്താ കൊടുത്തത്? അതുകൊണ്ട് അറിയുക, ദീനസ്ലിയായി തൗഹീദ് മനസ്സ് കയറിയിട്ടുണ്ടെങ്കിൽ ശരീരത്തിലെ സ്ട്രക്ചറിന് ചില വ്യത്യാസങ്ങൾ ഉണ്ടാവും. നമ്മുടെ താടി രോമങ്ങൾ വളരും, നമ്മുടെ അരയുടുപ്പിന്റെ എണ്ണം അതല്ലെങ്കിൽ അതിന്റെ നീളം ഞെരിയാണിക്ക് മുകളിൽ നിൽക്കും. സ്ത്രീകളെ, നിങ്ങളുടെ മനസ്സുകളിലേക്ക് തൗഹീദ് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഹിജാബില്ലാതെ ഒരു അന്യ പുരുഷന്റെ മുമ്പിൽ നിങ്ങൾ ഉണ്ടാവില്ല. കാരണം ഇത് അല്ലാഹ് പറഞ്ഞതുപോലെ, യാ അയ്യുഹല്ലദീന ആമനൂ ഇദ്ഖുലൂ ഫിസ്സിൽമി കാഫ, നിങ്ങൾ വിശ്വാസികളാണ്, പക്ഷേ ഇദ്ഖുലൂ, നിങ്ങൾ ഒന്നുകൂടി പ്രവേശിക്കും, ഫിസ്സിൽമി, ഈ ദീനിലേക്ക്, കാഫ, പൂർണ്ണമായിട്ട്. ചില ആൾക്കാര് കുറച്ചൊക്കെ ഇങ്ങനെ കയറി നിൽക്കുക. ഓൽക്ക് ഇഷ്ടമുള്ളത് സാധാരണ നമ്മൾ പറയാം, സൂപ്പർ മാർക്കറ്റിൽ കയറിയ പോലെ കുറെ സാധനം ഉണ്ടാവും, പക്ഷെ നമ്മൾക്ക് ആവശ്യമുള്ളതിനെ നമ്മൾ എടുക്കുള്ളൂ, എന്നിട്ട് നമ്മൾ ഇറങ്ങിപ്പോരും. ദീൻ അങ്ങനെയല്ല. ദീന സൂപ്പർ മാർക്കറ്റ് അല്ല. അതാണ് അല്ലാഹ് പറഞ്ഞ അയ്യുഹല്ലദീനാമനു, അവിടെയും വിശ്വാസികളല്ല എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരെ വിമർശിക്കാനും പാടില്ല. ദീനിൽ മുഴുവനായും കേറാത്തവരെ വിമർശിക്കുന്നവർക്കും പാഠമാണിത്. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ എന്ന് അല്ലാഹ് വിളിച്ചത്. ഇദ്ഖുലൂ ഫിസ്സിൽമി കാഫ, താടി വെക്കാത്തവർക്ക് താടിയുടെ പ്രാധാന്യം പറഞ്ഞെടുക്കാം, വിമർശിക്കാൻ നമ്മുടെ അടുത്ത് വകുപ്പില്ല. നമസ്കാരത്തിൽ സ്വപ്പ് നേരെ കെട്ടാത്തവനെ വിമർശിക്കാൻ നമ്മുടെ അടുത്തില്ല. തിന്മകൾ കാണുമ്പോൾ വിമർശനങ്ങൾക്കപ്പുറം പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടി, നസീഹത്തോടുകൂടി ഉപദേശം മാത്രമേ അവരോടുള്ളൂ. അവരുടെ പാട്ടിന് വിടണം. കാരണം അവിടെയും അല്ലാഹ് പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരെ, ഇദ്ഖുലൂ ഫിസ്സിൽമി കാഫ. അപ്പോൾ ദീനിലേക്ക് മുഴുവനായി കയറി നിൽക്കാത്തവനെയും അല്ലാഹ് ഈമാനുള്ളവനെ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ ഈമാനുള്ളവന് പരിഗണന കൊടുക്കാൻ ബാക്കിയുള്ള ഈമാനുള്ളവർക്ക് കഴിയണം എന്നാണ് അതിന്റെ അസ്വലിയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. നമ്മളോട് പറഞ്ഞു അല്ലാഹ്, നിങ്ങൾ പൂർണ്ണമായിട്ട് കയറി നിൽക്കും. കാരണം ദീനിന്റെ ആൾക്കാരാന്ന് പറയുന്നുണ്ട്, പക്ഷെ എന്നിട്ടും മംഗലത്തിന്റെ തലേന്ന് ഇന്നും തോന്നിയാസം കളിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ മംഗലത്തിന്റെ തലേന്നുള്ള തോന്നിയാസം കൂടി ഇങ്ങോട്ട് ഒഴിവാക്കിയിട്ട് നിങ്ങൾ ദീനിക്ക് ഫുള്ളായിട്ട് കയറി. നിങ്ങൾ കച്ചവടത്തിലെ കളവ് പറഞ്ഞിട്ടാണ് നിങ്ങളെ മുതൽ, ബാക്കിക്ക് നിങ്ങൾ ഓക്കെയാണ്, പക്ഷേ നിങ്ങൾ പൂർണ്ണമായി കയറി നിൽക്കണമെങ്കിൽ ആ കളവ് കൂടി അങ്ങോട്ട് എന്ത് ചെയ്യണം? ഒഴിവാക്കണം. അപ്പോഴും പലിശ ഉണ്ട്, പലിശ എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ പൂർണ്ണമായി കയറി നിന്നിട്ടില്ല. പലിശ രണ്ട് മാറ്റി വെക്കുകയും എന്നാലേ നിങ്ങൾക്ക് കയറിക്കാൻ പറ്റുള്ളൂ. നിങ്ങളെ സ്വഭാവത്തിൽ ഇപ്പോഴും പ്രതിസന്ധികളുണ്ട്. ഭാര്യ എപ്പോഴും ചീത്ത വിളിക്കുന്നുണ്ട്, മക്കളോട് എപ്പോഴും കാർക്കശ്യത്തോടു കൂടി പെരുമാറുന്നുണ്ട്. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനു ഇദ്ഖുലൂ ഫിസ്സിൽമി കാഫ, നിങ്ങളൊന്ന് പൂർണ്ണമായിട്ട് കയറി നിൽക്കുന്നത്. ഇങ്ങനെ ഓരോ വിഷയങ്ങളും നമ്മൾ എടുത്തു നോക്കുക. അത് അല്ലാഹ് നമ്മളോട് പറഞ്ഞത്. അതുകൊണ്ട് കൂട്ടരെ, നമ്മൾ അടിസ്ഥാനപരമായി നമ്മുടെ ഈമാനിനെ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ആ ഹിദായത്തുണ്ടല്ലോ അല്ലാഹ് തന്നത്, അതിനെങ്ങനെ ഉരച്ച് നമ്മളിങ്ങനെ നല്ലോണം എന്ത് ചെയ്യുക, തിളങ്ങി നിൽക്കുന്ന ഒരു സാധനമാക്കി നിർത്തണം. ഇല്ലെങ്കിൽ ഇത് കയ്യുന്നാൾ പോവും. പള്ളിയുമായി എപ്പോഴും ബന്ധപ്പെട്ട് ജീവിതത്തിൻ്റെ കണ്ടാൽ തന്നെ ഒരു മുസ്ലിമാണെന്ന് തോന്നണം. കാരണം എന്താണെന്നല്ലോ, അതൊക്കെ നമ്മുടെ ജീവിതത്തിലൊരു സുരക്ഷയാണ്. അയാൾ മുസ്ലിമാട്ടോ എന്ന് ഒറ്റടിക്ക് തോന്നുന്നത് ആലോചിക്കുകയും, അറിയുന്നവരോടും അറിയാത്തവരോടൊക്കെ സലാം പറയാം. മുസ്ലിങ്ങളോട് സലാം പറയാൻ ബാധ്യതയുള്ളൂ. പക്ഷേ അറിയുന്ന മുസ്ലിമിനോടും അറിയാത്ത മുസ്ലിമിനോടും സലാം പറയാൻ റസൂലുള്ളാഹി പറഞ്ഞു. പക്ഷെ എൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ഒരു മനുഷ്യൻ മുസ്ലിമാണെന്ന് എനിക്ക് തിരിച്ചറിയണ്ടേ? കാരണം എനിക്ക് ബാധ്യത ആരോടെ ഉള്ളൂ? മുസ്ലിം ആയൊരു മനുഷ്യനോട് സലാം പറയാൻ. പക്ഷെ ഈ വരുന്ന ആള് മുസ്ലിമാണെന്ന് എനിക്ക് എൻ്റെ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാണല്ലോ. ആ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകാനുള്ള സ്ട്രക്ചർ ആയിരിക്കണം. അത് ദീനിന്റെ സ്ട്രക്ചറാണ്. അത് പെണ്ണാവട്ടെ ആണാവട്ടെ രണ്ടുപേർക്കും ഒരു സ്ട്രക്ചർ ഉണ്ട്. അത് ഇസ്ലാം പഠിപ്പിച്ചു തന്നതാണ്. നമ്മൾ അസ്വലാണ്. അതുകൊണ്ട് സ്വഭാവം, കുട്ടരെ സ്വഭാവം അതിപ്രധാനമാണ്. നമ്മളെ പള്ളിയിൽ ആൾ കൂടുന്നുണ്ടെങ്കിൽ അത് പള്ളിയിലെ ആദ്യത്തെ സ്വപ്പിലും പള്ളിയുടെ ഭാരവാഹികൾക്കുള്ള സ്വഭാവ ഗുണമാണ്. ആദർശവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഈ ആദർശം മനസ്സിലാകണമെങ്കിൽ കുറെ ദൂരം നിന്നിട്ട് കാര്യമില്ല. ഒരു വെള്ളിയാഴ്ചയും വന്ന് കുത്തുബ കേൾക്കണല്ലോ, ഇവിടെ എന്താ പറയുന്നത് കിട്ടണമെങ്കിൽ. അത് കിട്ടണമെങ്കിൽ ഈ പള്ളി കമ്മിറ്റിയും ഭാരവാഹി, പള്ളിയിൽ എന്നും വന്നു പോണവരും പുറമേക്കാരോട് ഇടപെടുന്ന ഒരു സ്വഭാവം നന്നാവുമല്ലോ. അതുകൊണ്ട് സ്വഭാവത്തിനൊരു പ്രധാന ഘടകമുണ്ട്. അല്ലാഹുവിന്റെ റസൂലിനെ ഒരു ജൂതനായ ഒരു റബ്ബി, ജൂത പണ്ഡിതൻ ഒന്ന് പരീക്ഷിക്കാൻ പിന്നെ ശ്രമിച്ചു. എത്ര മണി ക്ലാസ് ഉണ്ടാലേ? അധികമായോ? അല്ല, ഞാൻ നിർത്തി പോകാൻ. അപ്പോൾ ജൂതനായ റബ്ബി റസൂലുള്ളാഹിനെ ഒന്ന് പരീക്ഷ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പ്രവാചകന്മാരുടെ സ്വഭാവത്തിൽ ഇളക്കും തോറും ദേഷ്യപ്പെടുത്തും തോറും ഓർക്ക് വിവേകമാണ് കൂടുക എന്നുള്ളത്. നമുക്ക് നേരെ തിരിച്ചാണ്. നമുക്ക് ഒരാൾ ഒന്ന് പറഞ്ഞ് അടുത്ത് രണ്ട് പറഞ്ഞ് മൂന്നാമത്തോടെ പറയുകയാണെങ്കിൽ പിന്നെ അവിടെ തീരുമാനമായി കിട്ടും. അപ്പോൾ അത് പ്രവാചകൻ തന്നെയാണോ എന്ന് അറിയാൻ കൂടിയിട്ടാണ് വിവരമുള്ള ജൂത പണ്ഡിതനായി മനുഷ്യൻ ശ്രമിച്ചെന്താണെന്നല്ലോ, റസൂലുള്ളാഹിനെ ഒന്ന് ഇളക്കണം എന്നാണ്. റസൂലുള്ളാഹിക്ക് കടം കൊടുത്തുന്നാണ്.
റസൂലുള്ളാഹിക്ക് വേണ്ടിയിട്ടല്ല കടം മേടിച്ചത്. കുറച്ച് നാട്ടുകാർ വേറെ ഒന്നോ വന്നപ്പോൾ അവരുടെ ഒരു ആവശ്യത്തിന് വേണ്ടി തികയാതെ വന്നപ്പോൾ ഇയാളിൻ്റെ ഇടപെട്ടിട്ട് ഞാനത് കൊടുത്തോളാം മുഹമ്മദ് ജി, പിന്നൊരു ദിവസം തന്നാൽ മതി ഡേറ്റും തീരുമാനിച്ചു. അപ്പോൾ റസൂലുള്ളാഹി ഓക്കെ പറഞ്ഞു. അങ്ങനെ കടം തിരിച്ചു കൊടുക്കേണ്ട ഒരു 2-3 ദിവസം മുമ്പ് ഇയാൾ വന്ന സന്ദർഭം എന്ന് പറഞ്ഞാൽ സ്വഹാബത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒരു ജനാസ സംസ്കരണം കഴിഞ്ഞ് കുറച്ച് ആളുകൾ കൂടുതലുള്ള ജനാസ സംസ്കരണം കഴിഞ്ഞ ആളുകൾ കൂടുതലുള്ള സമയത്ത് ഇയാൾ വന്നത്. കാരണം ഇയാളുടെ ഉദ്ദേശം വേറെ. ഇയാൾ വന്നിട്ട് അള്ളാഹിന്റെ റസൂലിന്റെ കോളറിനെ ഇങ്ങനെ പിടിച്ചു എന്നാണ്, എന്നിട്ട് 2 കുലുക്കലാണ് എന്ന് പറഞ്ഞാൽ ശരീരം മുഴുവൻ കുലുങ്ങുമാറ് അള്ളാഹിന്റെ റസൂലിന്റെ ഷോൾഡറിലുള്ളതിന് പിടിച്ചിട്ട് കുലുക്കിയിട്ട് ഒറ്റ വിടലാണ്. എന്നിട്ട് പറഞ്ഞു അത്രേ, അല്ലെങ്കിലും ഈ അബ്ദുൽ മുത്തലിബിന്റെ മക്കൾക്ക് കടം വാങ്ങിച്ചാൽ കുറച്ചൊരു അമാന്തം കൂടുതലാണ് എന്ന് പറഞ്ഞാൽ നബിനി അല്ല പറഞ്ഞു. ആരെ പറഞ്ഞു? വാപ്പാന്റെ വാപ്പാനെ വിളിച്ചത്. നമുക്ക് പ്രശ്നമാണ്, തറവാടിനെ തൊട്ട് വിളിച്ചാൽ നമുക്ക് പ്രശ്നമാണല്ലോ. അപ്പോൾ കാരണം അളക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഉമർ, ചരിത്രം പറയുന്നത് ഉമർ റളിയല്ലാഹുവിന്റെ കണ്ണൊക്കെ ഇങ്ങനെ കറങ്ങി. ഉമർ റളിയല്ലാഹുവിന്റെ കൊപ്പുണ്ട്. ഉമർ റളിയല്ലാഹുവിന്റെ കണ്ണൊക്കെ ഇങ്ങനെ കറങ്ങി എന്നാണ്, കൃഷ്ണമണി ഇങ്ങനെ കറങ്ങിപ്പോയി എന്നാണ്. അത്രമാത്രം സ്വഹാബത്തിനെ ചൂട് പിടിപ്പിച്ചു എന്നാണ്. റസൂലുള്ള എല്ലാവരെയും അടക്കി ഇയാളോട് പറഞ്ഞത്രേ, നിങ്ങൾ തിരിച്ചു തരാൻ പറഞ്ഞ സമയം ആയിട്ടില്ലല്ലോ. ഇനി സമയം ആയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ നല്ലത് ചോദിക്കണം എന്ന് പറഞ്ഞ റസൂലുള്ളാഹിന്റെ വിവേകം വർദ്ധിക്കുകയാണ് ചെയ്തത്. അയാളോട് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഉമർ റളിയല്ലാഹു തിരിഞ്ഞു വന്നു, ഉമറെ അടങ്ങ്, വികാരമില്ല, വിവേകാണ് വേണ്ടത്. ആ കടജാണ്ട് വീട്ടിക്കളയെന്ന് ആരോട് പറഞ്ഞു? ഉമർ റളിയല്ലാഹു പറഞ്ഞു. കൊടുക്കുമ്പോൾ അയാൾക്ക് കുറച്ച് കൂട്ടിയിട്ട് നമ്മൾ വാങ്ങിയതിനേക്കാൾ കുറച്ച് കൂടുതൽ കൊടുക്കണം എന്നാണ്. ഉമർ റളിയല്ലാഹു പോയിട്ട് അയാളിൽ നിന്ന് വാങ്ങിയത് കുറച്ച് കൂടുതലും കൊടുക്കുമ്പോൾ അയാൾ ചോദിച്ചു അത്രേ, അല്ല ഞാൻ അത്രയൊന്നും കൊടുത്തിട്ടില്ലല്ലോ. അത് ഞങ്ങൾ നിങ്ങളോട് ചൂടായതിന് അധികം തരാൻ റസൂൽ പറഞ്ഞാണ്. ആ മനുഷ്യൻ അവിടെ നിന്ന് ഇസ്ലാം സ്വീകരിച്ചു. ഷഹാദത്ത് കലിമ ചൊല്ലി ജൂതനായ മനുഷ്യൻ ഇസ്ലാം സ്വീകരിച്ചു. ഇത് ദീനാണ്. അതുകൊണ്ട് ദീനിയായി ഒരു അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന നമ്മൾ ദേഷ്യപ്പെടുമ്പോഴും കോപിക്കുമ്പോഴും അവിവേകത്തോടു കൂടി പെരുമാറുമ്പോഴും നാട്ടിലൊരു പിക്ചർ ഉണ്ടാവുന്നുണ്ട്. ആ പിക്ചർ ഇസ്ലാം എന്തോ മോശമാണെന്നാണ്. എന്നാൽ അതേസമയം ഞാനൊരു കച്ചവടക്കാരനാണ്. എന്റെ കച്ചവടക്കാരായ എന്റെ സുഹൃത്തുക്കൾക്കിടയിൽ ഞാനൊരു ഒറിജിനൽ മുസ്ലിമായി കച്ചവടക്കാരനായി ജീവിക്കുന്നുവെങ്കിൽ നമ്മളിൽ നിന്ന് ചിലത് പഠിക്കാനുണ്ട്. അങ്ങനത്തെ ഒരു അയൽവാസിയിൽ നിന്ന് നാട്ടുകാർക്ക് ചിലത് പഠിക്കാനുണ്ട്. അങ്ങനത്തെ സഹപ്രവർത്തകർക്ക് ഈ സഹപ്രവർത്തകരിൽ നിന്ന് ചിലത് പഠിക്കാനുണ്ട്. അതുകൊണ്ട് സ്വഭാവം ദീനാണ്. അതുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞത്, പരലോകത്ത് മീസാനിൽ കനം തൂങ്ങുന്നവരുടെ കൂട്ടത്തിൽ ഒന്ന് ഹുസ്നുൽ ഖുൽഖാണ്, സൽസ്വഭാവമാണ്. അതുകൊണ്ട് ഭാര്യമാരോട്, മക്കളോട്, ഭൂലോകത്തെ ഏറ്റവും നമ്മുടെ സൽസ്വഭാവത്തിന് അർഹരാരെന്നൊരു അവകാശികൾ നമ്മുടെ കുടുംബത്തിന്റെ ഉള്ളിലുള്ള ആൾക്കാരാണ്. നാട്ടുകാരോട് ചിലപ്പോൾ നമ്മൾ നല്ല സ്വഭാവം, കാരണം നാട്ടുകാരോട് നല്ലതല്ലെങ്കിൽ ഓലൻ പെരുമാറുന്നു നമുക്കറിയാം. പക്ഷെ വീട്ടിലുള്ളവരോട് എന്തും കാണിക്കാൻ. അതുകൊണ്ട് റസൂലുള്ള പറഞ്ഞത്, ഖിയാറുക്കും ഖിയാറുക്കും ലിനിസായിക്കും, നിങ്ങളെ കൂട്ടത്തിലെ ഏറ്റവും നല്ല സ്വഭാവമുള്ളവൻ സ്വന്തം പെണ്ണിനോട് സൽസ്വഭാവം കാണിക്കും. കാരണം അവിടെ ചില ആധിപത്യം ഉണ്ട് നമുക്ക്. ആ ആധിപത്യം വെച്ച് പലതും പറയാനും ചെയ്യാനും കഴിയുമെന്ന ബോധത്തിൽ നിന്ന് വരുന്നുണ്ട്. ആ ബോധം ഉണ്ടാവുമ്പോഴും ഇവളോട് ഞാൻ മാന്യമായിട്ടാണ് പെരുമാറേണ്ടത് എന്ന് തിരിച്ചറിവോടുകൂടി പോകുന്ന ഒരു മുസ്ലിം, അവനാണ് നിങ്ങളിൽ നല്ലവൻ എന്ന് അല്ലാഹു റസൂൽ പഠിപ്പിച്ചത്. അതുകൊണ്ട് കൂട്ടരെ, ഞാൻ നീട്ടുന്നില്ല, പറഞ്ഞതിന്റെ ചുരുക്കത്രയേ ഉള്ളൂ. പൂർണ്ണമായിട്ട് നമ്മളൊന്ന് എന്ത് ചെയ്യുക? ഇസ്ലാമിലേക്ക് കയറിക്കിടന്നാണ്. ആ കയറി നിന്നുള്ള മെച്ചം എന്താണെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഇസ്മായിൽ നബിനെ അറക്കാൻ പറയുമ്പോഴേ ഇസ്മായിൽ നബിനെ കൊണ്ടൊരു പോക്കുണ്ട്. ഇബ്രാഹിം നബി ദീനിക്ക് ഫുള്ളിന് കയറി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാനുള്ളൊരു ആസ്വാദനമുണ്ട് കൂട്ടരെ ദീനിൽ. ഇപ്പം എന്താണെന്ന് പറയുക, ഭൂരിഭാഗം മുസ്ലിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ ഏറ്റി നടക്കുകയാണ്. ഇതിങ്ങനെ കിൻഡൽ കണക്കെ എന്തോ ഒരു സാധനം ചുമലിലും തലയിലുമായി ഇതിന്റെ ഉള്ളിൽ പെട്ടല്ലോ റബ്ബേ എന്നുള്ള ഒരു ആത്മഗതവുമായി ഇങ്ങനെ മുന്നോട്ട് പോവാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇത് വല്ലാത്ത ഭാരം. അറുക്കണം എന്ന് പറഞ്ഞപ്പോഴും കത്തി ഇങ്ങനെ കഴുത്തിൽ വെക്കുമ്പോഴും അതും ആസ്വദിക്കണം. ഇബ്രാഹിം നബി അറുക്കാൻ കൊണ്ടുപോകണമെന്ന് പറയുമ്പോഴും ഹാജറ ബീവി ഇസ്മായിൽ നബിനെ ഇങ്ങനെ വാപ്പന്റെ കയ്യൊക്കെ ഇങ്ങനെ കൊടുക്കുമ്പോഴേ നിന്റെ കുട്ടി തിരിച്ചു വരില്ല എന്നറിയുമ്പോഴും എന്താണ് കൊടുക്കലുണ്ടല്ലോ, അതിന് വല്ലാത്ത ആസ്വാദനം കൂട്ടരെ. അതാ ദീന്. ആസ്വാദനം നഷ്ടപ്പെട്ടതാണെന്ന് മുസ്ലിം സമുദായത്തിൽ. അതുകൊണ്ടാണ് ദീനെടുക്കണം എന്ന് നിർബന്ധാവസ്ഥ വരുമ്പോൾ ദീനെടുക്കുകയും കുറച്ചൊന്ന് ഫ്രീഡം കിട്ടി എന്തും എടുക്കാന്ന് പറയുമ്പോൾ ദീന് മാറ്റി വേറെ പലതും തോന്നും. അതുകൊണ്ടാണ് മംഗലത്തിന് പോകുമ്പോൾ ഒരു വസ്ത്രവും അതല്ല. കാരണം എന്താ? അതങ്ങനെയാണ്. കാരണം എന്താ വെച്ചാൽ കുറച്ച് സ്വാതന്ത്ര്യം അവിടെ കിട്ടാനുണ്ട്. അതുകൊണ്ട് ദീന് വേണമെന്നില്ല.
കാരണം ഇത് എന്തോ ഒരു സാധനമാണ്. അതുകൊണ്ട് തന്നെ ഇത് എവിടെ ഇറക്കി വെക്കാൻ പറ്റും അവിടെ ഇറക്കി വെച്ച് ഓരോ പാട്ടിന് പോവും. ഇത് ഇന്റേതാണ്, ഇത് ഞാൻ ആസ്വദിക്കണം, ഇതിന്റെ മാധുര്യാണ്. പറഞ്ഞില്ലേ, അതൊരു ആസ്വാദനാണ്, അത് ആസ്വദിച്ചിരുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പത്നിയും റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് ഒരു വയസ്സായ ഒരു സ്ത്രീയോടൊപ്പം വരുന്നുണ്ട്. നബിയേ, ഈ സ്ത്രീ ഇതാ പറയുന്നു, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭാര്യയും ഭർത്താവുമായി ജീവിക്കാൻ പറ്റില്ല. എന്താ കാരണമെന്നോ ഇവർ പറയുന്നു, ഞങ്ങൾ ഒരു ഉമ്മയുടെ മുലപ്പാല് കുടിച്ച രണ്ട് സഹോദരങ്ങളാണ്. അതുകൊണ്ട് ഞാനും എന്റെ ഭാര്യയും ദീർഘകാലമായി ദാമ്പത്യത്തിൽ, ഇനി ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നവർ പറയുന്നു. അങ്ങനൊരു ഹുക്കൂമ ദീനിലുണ്ടോ എന്ന് ചോദിച്ചിട്ടാ ഓല് രണ്ടാളും വരുന്നത്. കൂട്ടെ, ഇന്നത്തെ സ്നേഹവും ഇന്നത്തെ പ്രകടമായി കാണിക്കുന്ന സ്നേഹമൊന്നുമല്ല. ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹിക്കുന്ന ഒരു കാലത്ത്, ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, നിങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭാര്യയും ഭർത്താവും പറ്റില്ല എന്നാണ്. നോക്കിങ്ങൾ ഇന്നാണെങ്കിൽ അത് വേഗം ചിലപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞപ്പോൾ, പക്ഷെ അത് അന്നാണ് കൂട്ടരെ. സോഷ്യൽ മീഡിയ ഇല്ലാത്ത കാലത്ത്, പ്രകടനപരത ഇല്ലാത്ത കാലത്ത്, ആത്മാർത്ഥമായി നെഞ്ചകത്തേക്ക് തൻ്റെ ഇണയെ കയറ്റി വെച്ച് എൻ്റെതെന്ന് സ്വന്തമാക്കി നടക്കുന്ന ഒരു കാലത്ത് രണ്ടു വഴിക്കും തിരിച്ചു വിടുമ്പോൾ ഒരപ്പുറം പറഞ്ഞെന്തെന്നറിയോ, ദീനിൻ്റെ ആസ്വാദനാണ്. ദീനിൻ്റെ പട്ടിന് പോയിക്കോട്ടെ, ഞങ്ങൾക്കെതിരാന്ന് തോന്നുന്ന ഒരു സമയമാണത്. കാരണം എതിരായി ദീന് വന്നൊരു സമയമാണ് അവർക്ക്. എന്നിട്ട് പോലെ രണ്ടു വഴിക്കൻ പിരിഞ്ഞു പോകുമ്പോൾ എന്താണെന്നറിയോ, ഒരാഹിറത്ത് വരാനുണ്ട്, അതിലും അവർ ആസ്വദിക്കുകയും. അതുകൊണ്ട് കൂട്ടരെ, ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും നമുക്ക് ആസ്വദിക്കാൻ പറ്റും. പക്ഷേ ആരാണ് അള്ളാഹ് എന്നും അള്ളാഹിൻ്റെ യഥാർത്ഥത്തിലുള്ള വലുപ്പവും നമ്മുടെ മനസ്സിലേക്ക് കയറ്റി വെക്കുന്നിടത്ത് നിന്നാണ് ഈ ദീനിനെ സംരക്ഷിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നത്. അതുകൊണ്ട് ഈ ദീനിനെ സംരക്ഷിച്ച്, നമ്മുടെ ദീനിനെ സംരക്ഷിച്ച് മുന്നോട്ട് പോകുമ്പോൾ അള്ളാഹ് വേണ്ടെന്ന് പറഞ്ഞത് അത് ചെറുതല്ലേ എന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. ഒരു തവണയല്ലേ, പലപ്പോഴും നമ്മൾ അങ്ങനെ ഏർപ്പെട്ടു പോവുക. അതൊന്നല്ലേ, ചെറുതല്ലേ, അതിലാ പിശാച് നമ്മളെ കൊടുക്കുന്നത്. അതുകൊണ്ട് ചെറുതാവട്ടെ, നമുക്ക് തോന്നുന്ന ചെറുതാവട്ടെ, ഒരു തവണയായിക്കോട്ടെ, വേണ്ട കൂട്ടരെ, അത് വേണ്ട. അള്ളാഹ് പറഞ്ഞ പൂർണ്ണമായത് ഇദ്ഖുലൂ ഫിസ്സിൽമി കാഫ എന്ന് പറഞ്ഞല്ലോ, ആ റൂട്ടിൽ തന്നെ നമ്മളൊന്ന് സഞ്ചരിക്കുക. എന്നിട്ട് ഒരു ഒറിജിനൽ മുസ്ലിമായി, യഥാർത്ഥ മുസ്ലിമായി, പൂർണ്ണനായ ഒരു മുസ്ലിമായി, സാമ്പത്തിക ഇടപാടുകളിൽ, സ്വഭാവങ്ങളിൽ, അതുപോലെ തന്നെ രഹസ്യ ജീവിതങ്ങളിൽ, എല്ലാ ഇടങ്ങളിലും ഒരു ഒറിജിനൽ മുസ്ലിമായി മുന്നോട്ട് പോകാൻ നിങ്ങളാലേക്ക് ഒറ്റ വാചകം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബി ഇങ്ങനെ അറക്കാൻ പോകുമ്പോഴേ അള്ളാഹ് ഉപയോഗിച്ചൊരു പ്രയോഗം, അതാണ് നമ്മളെ മനസ്സിലേക്ക് വരുന്നത്. ശരിക്കും മുസ്ലിമാന്ന് പറഞ്ഞാൽ, അറക്കണം എന്ന് പറഞ്ഞപ്പോൾ മോനെയും കൊണ്ട് മിനായിലേക്ക് പോവാണ്. ആ പോകുന്ന സമയത്താണ് അള്ളാഹ് പറഞ്ഞത്, ഫലമ്മാ അസ്ലമാ വതല്ലഹു ലിൽ ജബീൻ, അവർ രണ്ടുപേരും മുസ്ലിങ്ങളായി. ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും മുസ്ലിങ്ങളായി. അവർ ചെന്നി ചേർത്തറുക്കാൻ തയ്യാറായി. അവർ രണ്ടുപേരും മുസ്ലിങ്ങളായി. അപ്പൊ അതൊരു മുസ്ലിങ്ങളല്ലേ? അതാ കൂട്ടരെ, ആ ഒരു മുസ്ലിമല്ല, ആ ഒരു മുസ്ലിമായി എന്ന് പറഞ്ഞ വാചകമല്ലോ. അതുപോലെ കാരണം എന്താ, കുറെ കാലത്തിന് ശേഷം കിട്ടിയൊരു സ്വത്ത്, ഒരു കുട്ടി, അതും കഴിഞ്ഞ് കുറെ പരീക്ഷണങ്ങൾ കഴിഞ്ഞു, എന്നിട്ടും അള്ളാഹ് അറക്കാനാണ് പറയുന്നത്. ഇതൊക്കെ കടന്നു വന്നിട്ടും അറുക്കാൻ തയ്യാറാകുമ്പോൾ ആ കീഴ്പ്പെടുന്ന മനസ്സുണ്ടല്ലോ, അതിനെയാണ്. അത് രണ്ടുപേരും ഒരുപോലെ കീഴ്പ്പെടാണ്. അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞത് ഫലമ്മാ അസ്ലമാ, അവർ രണ്ടുപേരും മുസ്ലിങ്ങളായി. ഇവരെ മുസ്ലിങ്ങളല്ലാത്തോണ്ടല്ല, പക്ഷെ അതിന് വല്ലാത്തൊരു കീഴ്പ്പെടലുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ ഒരു കീഴ്പ്പെടലാണ് അള്ളാഹ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അതല്ലാതെ ഒന്നും നമുക്ക് റബ്ബിന് തിരിച്ചു കൊടുക്കാനുമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായി ഇസ്ലാമിലേക്ക് പ്രവേശിച്ച് നിൽക്കുന്ന ആളുകളെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ദീനിന്റെ ചിഹ്നങ്ങളെയും ദീനിന്റെ എല്ലാ ആദാത്തുകളെയും ചര്യകളെയും ജീവിതത്തിൽ പാലിക്കാൻ തൗഫീഖ് ലഭ്യമാകുന്ന ആളുകളെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. രഹസ്യമായും പരസ്യമായുമുള്ള അള്ളാഹുവിന്റെ ദീനിനെ പരിഹാസ്യമാക്കുന്ന ഒരുപാട് ആളുകൾ, അള്ളാഹുവേ ഞങ്ങളെ നീ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തല്ലേ റഹ്മാനെ. എല്ലാ ചിഹ്നങ്ങളെയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നവരാക്കണേ റഹ്മാനെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. സുഹൃത്തുക്കളെ, ഒരു കാര്യം കൂടി, ഒരു സ്വതക്കൻ്റെ ഒരു കാര്യം സൂചിപ്പിക്കാനാണ്. പട്ല എന്ന് പറഞ്ഞ സ്വദേശം മുക്കക്കാരിൽ 3 പള്ളിയുണ്ട് നമുക്കവിടെ. ആ 3 പള്ളിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്വതക്ക ഭാരവാഹികളോട് നമ്മൾ ആവശ്യപ്പെട്ടപ്പോൾ ആയിക്കോട്ടെ, അതൊരു അവസരമാണല്ലോ എന്നുള്ള നിലയ്ക്ക് തന്നെ അവർ നമുക്ക് അനുവാദം തന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്
ഒരവസരം ഒന്നുമില്ല, നിങ്ങൾ കൊടുക്കൽ നിർബന്ധമൊന്നുമില്ല, ഒരവസരം എന്ന് മാത്രം പട്ടളേന്ന് നമ്മൾ സുഹൃത്തൊപ്പം പോന്നിട്ടുണ്ട് അമ്മായിൽ നിന്ന്. അപ്പോൾ സ്വതൊക്കെ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കലുണ്ടെങ്കിൽ നിങ്ങളെ മനസ്സിൽ വേണ്ടത് എന്താ വെച്ചാൽ 3 പള്ളിയാണ് അവിടെ ഉള്ളത്. ഒന്ന് ഞാൻ മനസ്സിലാക്കുന്നു, നമ്മളെ തൗഹീദുള്ള പള്ളികളുടെ കൂട്ടത്തിൽ നമ്മളെ ജില്ലയിലെ ആദ്യത്തെ ഒരു പള്ളിയാണ് പട്ളയിലെ ജുമാഅത്ത് പള്ളി എന്നാണ് ഞാൻ കേട്ടത്. എനിക്കറിയില്ല, ഇവിടെ പ്രായമുള്ളവരുണ്ടവർക്കാവും അത് കൂടുതൽ അറിയാം. അതുകൊണ്ട് തന്നെ 3 പള്ളിയിലും 5 നേരവും നിസ്കാരം നടക്കുന്നുണ്ട്, ജമാഅത്ത് നടക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങളെ നെയ്യത്തോട്, കാരണം നെയ്യത്ത് ഉണ്ടാക്കാനാണ് ഞാൻ പറയുന്നത്. കൊടുക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമൊന്നുമില്ല, കാരണം നമ്മൾ പലതിനും കൊടുക്കണവരുണ്ട്, അല്ലാത്തവർക്കുണ്ട്. നമുക്കൊരു അവസരം എന്നുള്ളതൊക്കെ സൂചിപ്പിച്ചു. കൊടുക്കുകയാണെങ്കിൽ 3 പള്ളിയിലും എന്ത് ചെയ്യുന്നുണ്ട്, ജമാഅത്ത് നടക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 15 ജമാഅത്ത് നടക്കുന്ന പള്ളിക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്വതക്ക കൊടുക്കണം. ഒന്ന്. രണ്ടാമത്തേത്, വെള്ളിയാഴ്ച ഒരു പള്ളിയിൽ ജുമാ നടക്കണം. അപ്പം ഞാൻ പറഞ്ഞ അവിടുന്നൊക്കെ നമ്മൾ കൊടുക്കണുണ്ടെങ്കിൽ അവിടുന്ന് ഒരു വിഹിതം പഠിച്ചോന്ന് എൻ്റെ അക്കൗണ്ടിലേക്ക് ഈ തരണേ എന്ന നെയ്യത്താക്കി. തറാവിയും 3 പള്ളികളിലും നടക്കുന്നുണ്ട്. രാവിലെ സുബഹിക്ക് ശേഷം 3 പള്ളികളിലും വ്യത്യസ്ത ദിവസങ്ങളിൽ ക്ലാസ് നടക്കുന്നുണ്ട്. ആഴ്ചയിൽ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വേണ്ടി ആ മഹല്ലിൽ ഖുർആൻ ക്ലാസ് നടക്കുന്നുണ്ട്, റിലീഫ് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. നല്ലൊരു മദ്രസ അല്ലാണ്ട് തൗഫീഖോടുകൂടി 10-70 കുട്ടികളുള്ള ഒരു മദ്രസ പോകുന്നുണ്ട്. റമദാൻ മാസം നമുക്കറിയാം മദ്രസ ലീവാകും. അപ്പം ഞങ്ങളൊരു ചെറിയ ടാസ്ക് കൊടുത്തു മദ്രസയിൽ, കൂടുതൽ ഖത്തം തീർക്കുന്ന കുട്ടികൾക്ക് സമ്മാനമുണ്ട്. അതുപോലെ ഇന്നലെ ഒരു കുട്ടിക്ക് 3 ഖത്തമ തീർന്നു, 6ാം ക്ലാസ്സിലൊരു കുട്ടി 3 ഖത്തമ തീർന്നിട്ട് ഇട്ടുപോകണം. അപ്പോൾ അതിൻ്റെ പിന്നിലുള്ളവരുണ്ട്, 2ഉള്ളവരുണ്ട്, 1ഉള്ളവരൊക്കെ ഉണ്ട്. അപ്പോൾ 3ഉം 4ഒക്കെ ഖത്തമ തീർത്ത കുട്ടികളുണ്ട്. ഞാനത് പറഞ്ഞത്, നിങ്ങൾ എന്തെങ്കിലും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു വിഹിതം ഞങ്ങൾക്ക് പഠിച്ചോനെ ഉണ്ടാക്കണേ എന്നുള്ള നെയ്യത്തോടു കൂടി. ഇപ്പോൾ ആലോചിച്ച് നമ്മളെ പള്ളിക്ക് ഇവിടെ ഒരു ബസ് ഇറങ്ങി ഒരാളിങ്ങനെ കയറി വന്നിട്ട് വേറെ മൂത്രമൊഴിച്ച് തിരിച്ചു പോയി വിചാരിക്കുക. അയാളാ വന്ന് അയാളെ ശരീരത്തിൽ നിന്ന് മാലിന്യം നീക്കി അയാൾക്കൊരു ആശ്വാസം ഉണ്ടാക്കിയതിന് ഇവിടെ ഇരിക്കുന്ന പല ആൾക്കാർക്കും കൂലി ഉണ്ടാവും. കാരണം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക്, ഇതിന് നേതൃത്വം കൊടുക്കുന്നവർക്ക്, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഖബറ് കിടക്കുന്ന ചിലവരുണ്ടാവും. ഓൽക്കും എന്ത് ചെയ്യും, പോകും. ഒരാളിങ്ങനെ കയറി വന്നിട്ട് ഒരു ടാപ്പ് തുറന്നിട്ട് ബിസ്മില്ല എന്ന് വന്നു ഒതുകൊടുക്കുമ്പോൾ ആ ബിസ്മില്ല ചിലപ്പോൾ പല ഖബറുകൾക്കും പോകുന്നുണ്ടാവും. നമ്മൾ ചിലപ്പോൾ പെരയിലാവും, നമ്മളെ പല ആളുകളുടെ അക്കൗണ്ടിലേക്ക് അത് വരുന്നുണ്ട്. പള്ളിക്ക് ഇങ്ങനെ വലതുകാല് വെച്ചിട്ട് അല്ലാഹു മുഫ്തഹി അബ്വാബ റഹ്മതിക, പിന്നെ 2 റക്അത്ത് സുന്നത്ത്, 4 സുജൂദ്, ഇതൊക്കെ എവിടേക്ക് വരുന്നറിയോ, നമുക്ക് കിട്ടും. ഞാൻ അത് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ തരാൻ വേണ്ടിയിട്ടല്ല, അത് നമ്മളെ ഇഷ്ടമാണ്. പക്ഷേ കൊടുക്കണുണ്ടെങ്കിൽ നമ്മളെ നിയ്യത്ത് എന്ത് ചെയ്യണം, കാരണം നമ്മൾ വീട്ടിലിരിക്കുമ്പോഴും നമ്മളെ കച്ചവടം നമ്മൾ കവറിലാണെങ്കിലും വേറെ പലയിടത്തൊന്നും നമ്മളെ അക്കൗണ്ടിൽ നിന്ന് ചില ആൾക്കാർ ടാപ്പ് കൊടുക്കുമ്പോഴും ഇടതുകാലി വെച്ചിട്ട് മൂത്രപ്പേരേക്ക് കയറുമ്പോഴൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, കുറച്ച് കൂലി പല ഭാഗങ്ങളിൽ നിന്നായി വരണം എന്ന് നിയ്യത്താക്കിയിട്ട് വേണം കൊടുക്കുകയാണെങ്കിൽ കൊടുക്കാൻ എന്നാണ് സൂചിപ്പിക്കാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സ്വതക്കകളെ സ്വീകരിക്കുമാറാകട്ടെ. നാളെ പാരത്രിക ലോകത്ത് പർവ്വത സമാനമായി അള്ളാഹു നമ്മുടെ സ്വതക്കകളെ തിരിച്ചു തരുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങളെ ഇണകളിൽ നിന്നും ഞങ്ങളെ കുഞ്ഞുങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവെ, അവസാന 10ലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ നാദാ ഏറ്റവും നല്ല രൂപത്തിൽ അതിനെ സമീപിക്കുന്ന ലൈലത്തുൽ ഖദർ ലഭ്യമാകുന്ന നിന്റെ മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.